അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സലാം അടക്കൂട്ടോ. സുഖമാണ്. ശാബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? വിശേഷമൊക്കെ പറയാം, പക്ഷെ അതിനു മുമ്പ് കേൾക്കുന്നുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷം. എല്ലാവരും ഇങ്ങോട്ട് സലാം പറയാണ്. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ട് സലാം പറഞ്ഞിട്ടുണ്ട്. ഫസലുദ്ദീൻ ചമ്പ്രശ്ശേരി, അപ്പോൾ കേൾക്കുന്നുണ്ടല്ലേ? ബഷീർ പറമ്പിൽ പീടിയ, ജലാലുദ്ദീൻ സിഎംകെ, വലൈക്കും അസ്സലാം. സൽമാൻ ഫൈസി, വലൈക്കും അസ്സലാം. സാദിക്കളനാട്, ഓക്കെ കേൾക്കുന്നുണ്ട്, സന്തോഷം. അബ്ദുൽ ഖാദർ യമാനി, മുനീർ പടിഞ്ഞാക്കര, ഷബീബ് പണിക്ക വീട്ടിൽ, അർഷിദ ഷഹീൻ, റിഫാസ് ബിൻ, വലൈക്കും അസ്സലാം. ഫസലുദ്ദീൻ, ശബ്ദം ഓക്കെ ആണല്ലേ? ഓക്കെ. അബ്ദുൽ ഹക്കീം കൊട്ടയാർ. നമ്മൾ 500 ആളുകൾ എത്തിയതിന് ശേഷമാണ് തുടങ്ങാറുള്ളത്. ഇന്നിപ്പം ഈ സമയമായതുകൊണ്ട് പക്ഷേ എല്ലാവരും എത്തിക്കൊള്ളുന്നില്ല. നമുക്കൊന്ന് നോക്കാം, കുറച്ച് പേര് കൂടി എത്തിക്കോട്ടെ. വിളയിൽ അഷ്റഫ്, മുഹമ്മദ് മുസ്തഫ, കെ എം സാദിഖ്, അബ്ദുൽ ബാസിദ് കോട്ടയിൽ 155 ആളായി. റിഫാസ്, സിറാജുദ്ദീൻ പി ടി, ബഷീർ സാഹിബ് ചേറൂർ, സന്തോഷം. അസീബ് കളങ്ങാടൻ, ഹക്കീം ഭീമാപ്പള്ളി, മാഷാ അല്ലാഹ്. ഖാരിസ് മൊയ്തുൻ നബി, ഉസ്താദെ ദുആ ചെയ്യൂട്ടാ. ഖാരി ഉസ്താദാണ്. ബഷീർ വക്കൈദമ്മ, ഉസ്മാൻ പറമ്പിൽ, മുഹമ്മദ് മുസ്താഫ് ബിൻ നബി, അഭിലാഷ് ഖാദർ, ഷബീബ് പണിക്ക വീട്ടിൽ, കുവൈറ്റിൽ നിന്ന് മനുഷ്യാദ. ചിലത് പെട്ടെന്ന് പോകുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടി 2-3 തവണ കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ കാണുള്ളൂ. അബ്ദുൽ ബാസിദ് കോട്ടയിൽ, ഷിയാബ് കുഴിഞ്ഞോളം, ഓക്കെ. 210 ആളായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. നമ്മൾ 500 ആൾ വെച്ചിട്ട് തുടങ്ങാറ്. ഇത് രാത്രി 10 10:15 10:10. നോക്കാം, ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുമല്ലോ. 224 ആളുകൾ ഒന്ന് ഷെയർ ചെയ്താൽ സന്തോഷം. അപ്പോൾ അത്രയും ആളുകൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യപ്പെടും. റസാഖ് ചുള്ളിക്കോട്, വലൈക്കും സലാം. നമ്മുടെ ശിഹാബ് കാണുന്നവരെല്ലാം ഷെയർ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്, സന്തോഷം. MBS അരിക്കാടി, മാഷാ അല്ലാഹ്. മുഹമ്മദ് അലി അരിപ്പാടി, മുജീബ് ഡ്യൂട്ടിയിലാണ്, ലൈവ് ഓണാക്കി വെച്ചിരിക്കുന്നു. മാഷാ അല്ലാഹ്. അള്ളാഹു ജോലി ബർക്കത്ത് ചെയ്യട്ടെ. ഹീലർ, തിരക്കില്ലാന്ന്, ഓക്കെ. തിരക്കില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ സഹോദരിമാർ കാണുന്നത് കൊണ്ട് കമൻറ്റ് നല്ല വേഗത ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ കാണുന്നതുകൊണ്ട് അവർക്ക് അധികം വൈകാൻ പറ്റില്ലല്ലോ. 267 ആളായിരുന്നു, മാഷാ അല്ലാഹ്. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി പ്രത്യേക ഇതുണ്ട്. അബ്ദുൽ ഖാദർ, ബാക്ക്ഗ്രൗണ്ട് നന്നായിന്ന്. നമ്മുടെ കഅബ ഇവിടെ ഉണ്ട്. റൗള, സുഖമാണ്. ഫസലുദ്ദീൻ റഷീദ്, ആദിഫ് താനു, ആരും അറിഞ്ഞു പോയല്ലോ. 300 ആളുകളായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. ഈ രാത്രി ഞാൻ 100 ആളെയാണ് പ്രതീക്ഷിച്ചത്. റസാഖ് ചുള്ളിക്കോട്, തുഫൈൽ അടക്കഴിയൂർ, ഇൻഷാ അല്ലാഹ്. ഇർഷാദ് കണ്ണാട്ടി, ഇർഷാദ് സുഖല്ലേ? മുഹമ്മദ് ആഷിഖ് മട്ടന്നൂർ, മാഷാ അല്ലാഹ്. മഞ്ചേരി, ഷഹീൻ സിദ്ദീഖ്, അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി, മാഷാ അല്ലാഹ്. എന്താ ഇന്ന് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് ഒന്നും നോക്കാറില്ല അല്ലേ? നമ്മളൊരു 2ാമത്തെ യാത്ര ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. ഖാദർ ഫൈസിയോട് പറയുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ലൈവ് കഴിഞ്ഞ് നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഹില്ലർ, തിരക്കിലാണ്. തിരക്ക് കഴിഞ്ഞ് കണ്ടാൽ മതി. ഷെയർ ചെയ്തു. മുഹമ്മദ് അലി അയ്യപ്പള്ളി ഷെയർ ചെയ്തു, മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ദുആയിലുണ്ടാവും. ഇസാഖ് അലി, 400 ആളായിട്ടോ, മാഷാ അല്ലാഹ്. നമ്മുടെ 500ലേക്ക് എത്തും നമ്മൾ തോന്നുന്നുണ്ട്. 404 ആളായി. മിർസ ആത്മ, സലാം ഗുരു,
സന്തോഷം. രാത്രി ഉറങ്ങിയിട്ടില്ലല്ലേ? സിറാജ് വെള്ളില 425 സന്തോഷം. ഇപ്പം ലൈവിൽ വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, നമുക്കൊന്ന് കാണാം. ആരൊക്കെ വന്നെന്ന് അറിയില്ല, എനിക്ക് ഈ ഫോട്ടോ എല്ലാവരും കാണുന്നില്ല. ഷമീർ ഷമി, അബില, സുഖമല്ലേ? സുഖമാണ്. ലത്തീഫ് മടവൂർ കാലിക്കറ്റ്, കുറേ ദിവസങ്ങളായി എല്ലാവരും കണ്ടിട്ട്, ഇപ്പം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. മൻസൂർ വളാഞ്ചേരി ഷെയർ ചെയ്തിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. CT യൂസ് വഴുകൂർ കണ്ടു. ഓയിസ് വൈസി പതിയാങ്കര, നിങ്ങളുടെ ലൈവ് ഞാൻ കാണാറുണ്ട്. അഡ്വക്കേറ്റ് ഹസൻകുട്ടി സാഹിബ്, സുഖമല്ലേ? തൃശ്ശൂരിൽ തുടങ്ങാം. 500 ആളായിട്ടുണ്ട്. മാഷാ അല്ലാ, നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 500 ആള് ആദ്യം ഷെയർ ചെയ്തവരോടല്ല, ഷെയർ ചെയ്യാത്തവരോട്. രാത്രി ആയതുകൊണ്ട് നമ്മൾ 4:20 എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് എത്ര ആളെ കാണാമെന്ന് അറിയില്ല, അതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്തോളൂ. 550 ആളായിട്ട് നമുക്ക് തുടങ്ങാം. സിറാജ് വെള്ളില, അവസാനം എല്ലാവരും കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. വൈകിപ്പോയി, ഷെയർ ചെയ്യും ഇൻഷാ അല്ലാ. സന്തോഷം. 500 ആയി. ഇപ്പം എത്ര ഷെയറായി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും അനുസരിച്ചിട്ടുണ്ടോ എന്നറിയാം. വാക്കുകളിലെ സ്നേഹം പ്രവൃത്തിയിലുണ്ടോ എന്നറിയാം. മനാഫ് ഖാദർ, അല്ല മനാഫ് അൽ മുർത്തു, മാഷാ അല്ലാ. 584, 600ലേക്ക് എത്തുകയാണ്. അപ്പം ഹബീബിങ്ങളെ, യൂനിസൻ കെ, എന്നെ എല്ലാവരും ഞാൻ ഇടയിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മനോഹരമായ മറ്റൊരു യാത്രയുടെ ആരംഭം കുറിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, യാത്ര എളുപ്പാക്കി തരട്ടെ. ഇതിൻ്റെ അവസാനം വരെ കുട്ടിയുടെ രോഗക്ഷമത്തിന് ശിഫ, അള്ളാഹു ആ കുട്ടിയുടെ രോഗത്തിന് ശിഫ കൊടുക്കണേ തമ്പുരാൻ. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. യാത്രയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം. എത്ര ദിവസമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ യാത്രയുടെ ഏതോ വഴിയോരത്ത് വെച്ച് വീണ്ടും വഴി പിരിയാനും സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ആമുഖമില്ലാതെ 8 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആഷിഖ് മട്ടന്നൂർ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാം. കാരണം 8 ഗ്രൂപ്പിലേക്ക് അദ്ദേഹം ഷെയർ ചെയ്യുന്നു. അള്ളാഹുവേ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. നമ്മൾ അൽ മദീനത്തുൽ മുനവ്വറയിലെ 26 ദിവസങ്ങളുടെ ശേഷം അൽ മക്കത്തുൽ മുക്കറമയിലേക്കാണ് ഈ യാത്ര ഈ രാത്രിയിൽ ഇവിടെ സമാരംഭം കുറിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാട്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരൊക്കെ ഓടിക്കളിച്ച നാട്, പരിശുദ്ധ കഅബ ദേവ മന്ദിരം ഉള്ള നാട്. ആ നാട്ടിലേക്കാണ് നമ്മുടെ ഹൃദയം നിറഞ്ഞ 2ാം യാത്ര സമാരംഭം കുറിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർശങ്ങ നിലംപതിക്കുകയാണെങ്കിൽ അത് നേരെ കഅബയുടെ മുകളിൽ ആണ് നിലംപതിക്കുക എന്ന്. അപ്പോൾ ദ സെന്റർ പോയിന്റ് ഓഫ് എർത്ത്, ഭൂമിയുടെ, ഫൈസൽ റഹ്മാനി സുഖമാണ്, നമ്മുടെ SSFകാരനായ ഒരു നേതാവാണ്. ഭൂമിയുടെ സെന്ററാണ് കഅബ ഷരീഫ് നിൽക്കുന്ന സ്ഥലം. ഒരുപക്ഷെ ഇതിൽ ഒരുപാട് തവണ ഹജ്ജ് ചെയ്തവരുണ്ടാകാം, ഉംറയ്ക്ക് പോയവരുണ്ടാകാം. എങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണം. കണ്ടുമറന്ന സ്ഥലങ്ങളിൽ ഒരു അനുഭൂതിയുണ്ട്. നാട്ടിലിരുന്ന് അല്ലെങ്കിൽ പ്രവാസ ലോകത്തിരുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ അന്ന് കണ്ടതുപോലെയാകില്ല ഈ യാത്രയിൽ നിങ്ങൾ അറഫയും മിനയും മുസ്ദലിഫയും മഖാമു ഇബ്രാഹിമും മുൽതസമും മീസാബും ഹിജർ ഇസ്മായിലും മത്താഫും സഫയും മറവയും ഒക്കെ കാണുന്നത്. ഹൃദയം നിറഞ്ഞൊരു യാത്രയാണ് നമ്മൾ സമാരംഭം കുറിക്കുന്നത്. അഥവാ പോകാൻ കഴിയാത്തവരിതിലുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നോളൂ. നിങ്ങളുടെ കാൽപാദം ഒരു ദിവസം മക്കത്തുൽ മുക്കറമയുടെ മണ്ണിൽ തട്ടുന്ന ആനന്ദലഹരിയുള്ള ഒരു ദിവസം അള്ളാഹു പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പ്രപഞ്ചത്തിലെ ശ്രേഷ്ഠതയേറിയ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ പോകാൻ ഒരുങ്ങുമ്പോൾ പ്രാഥമികമായ ചില ഒരുക്കങ്ങളുണ്ട്. അതിലേക്ക് ഒരുപക്ഷെ ഇന്നോ നാളെയോ നമ്മൾ കടന്നു വരും.
മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ ഉമ്മയൊക്കെ കുടുംബസമേതം കാണുന്നവരുണ്ടെങ്കിൽ ഒരു കടലാസും പേനയും എടുത്തു വെച്ചോളൂ. സാധാരണ ഉംറ ക്ലാസ്സിലോ ഹജ്ജ് ക്ലാസ്സിലോ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ അല്ല നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. സാധാരണ ഉംറ ക്ലാസ്സിലും ഹജ്ജ് ക്ലാസ്സിലും പറയാറുള്ളത് ഹജ്ജിന്റെ ഷർത്ത് ഇന്നതാണ്, ഫറൽ ഇന്നതാണ്, സുന്നത്ത് ഇന്നതാണ്, ഉംറയുടെ ഫറലും ഷർത്തും ഇന്നതാണ് എന്നൊക്കെയാണ്. ഇതങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയതു മുതൽ 40 ദിവസക്കാലമാണ് ഹജ്ജിന് വേണ്ടി ചെലവഴിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ എത്ര ദിവസമാണെങ്കിലും അത് കഴിഞ്ഞ് തിരിച്ചു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ബഷീർ ഫൈസി മടങ്ങുകയുള്ളൂ, അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒരു ട്രെയിനിന്റെ ബോഗി പോലെ ഈ യാത്ര നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് പതിയും. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു ക്ലാസ് ഏതായാലും കേൾക്കണം, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. പോകുന്ന ആള് ആരാണ്, അതായത് നമ്മൾ ആരാണെന്ന് സ്വയം ഒരു ഒബ്സർവേഷൻ ചെയ്യുക. 2, പോകുന്ന സ്ഥലം ഏതാണ്, പോകുന്നത് നമ്മൾ എന്തിനാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പോകുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആദ്യം ബാബിലോണിയയിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രയാണം നടത്തുന്നുണ്ട്. അത് ഫിലസ്തീനിൽ പോയി, പിന്നെ ഷാമിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി, അങ്ങനെ യാത്രയുടെ ഒരു നൈരന്തര്യം. പിന്നെ മക്കയിലേക്ക് വന്നു, പിന്നെ മക്കയിൽ നിന്ന് പോയി വീണ്ടും വീണ്ടും മക്കയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആൾ ആരാണ്? ഉസ്താദ് നൗഷാദ് വാക്കവി ലൈനിലുണ്ട്. മാഷാ അല്ലാഹ്, സന്തോഷം. അള്ളാഹു നൗഷാദ് വാക്കവി ഉസ്താദിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾ അകലങ്ങളിലേക്ക് ഇരുന്ന് കാണുമ്പോൾ വാക്കവിയൊക്കെ ഭയങ്കര അഹങ്കാരമുള്ള ആളാന്നൊക്കെ എന്നെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നല്ല. ഞങ്ങൾ ഹൃദയപരമായി വലിയ അടുപ്പമുള്ള ആളുകളാണ്. ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് താഴെ വന്ന് കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം കമന്റ് ചെയ്തപ്പോൾ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ തൻ്റെ അനുഗ്രഹീതമായ സ്വനപേടകം കൊണ്ട് നിളയുടെ സ്വച്ഛന്തതയും നയാഗ്രയുടെ ഗാംഭീര്യവും സമഞ്ജസമായി സമന്വയിച്ച സായുജ്യ സാരഥ്യമായ ഒരു പ്രഭാഷകൻ നമ്മളെപ്പോലെ ഒരു ചെറിയ ആളെ കാത്തിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു വലിപ്പമാണത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആമീൻ പറയും. അള്ളാഹു അദ്ദേഹത്തിന് അതുപോലെ നമ്മുടെ എല്ലാ പ്രഭാഷകന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവരൊക്കെ വലിയ ദീനീ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ലൈനിലുണ്ട് എന്ന് കണ്ടതിൽ വലിയ സന്തോഷം. എന്നോട് പറഞ്ഞായിരുന്നു ലൈനിൽ വരുന്നു. അപ്പം ഇബ്രാഹിം നബിയെ പോലെ യാത്ര നടത്തിയ മറ്റൊരാളെ ചരിത്രത്തിന്റെ ഒരു വഴിയിലും നമ്മൾ കാണുന്നില്ല. തന്റെ പ്രിയപ്പെട്ട പത്നി ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ഹാജർ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ. നമ്മൾ ഹാജറ ബീവി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഹാജർ എന്നാണ് അതിന്റെ ഉച്ചാരണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ. മക്കയിലേക്ക് വരികയാണ്. ഇന്നത്തെ ജനനിബിഡമായ മക്കയല്ല, വലിയ വലിയ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ സമുച്ചയങ്ങളുള്ള ജനനിബിഡമായ മക്കയല്ല. ഒരിത്തിരി മണലുവാരി മുകളിലേക്ക് എറിഞ്ഞാൽ താഴെ വന്നു വീഴുമോ എന്ന് സംശയിക്കത്തക്ക വിധമുള്ള പുരുഷാരമാണ്. 40 ലക്ഷം ജനങ്ങളുടെ ഒരു വലിയ നിർഭരതയാണ് അൽമക്കത്തുൽ മുക്കറമയിൽ. അന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം യാത്ര നടത്തിയ ഖലീലുല്ലാഹ് കടന്നു വരികയാണ്. ചെങ്കടലിന്റെ തീരങ്ങളിലൂടെ ഹജർ എന്ന പ്രിയപ്പെട്ട പത്നിയും ഇസ്മായിൽ എന്ന റോസാപ്പൂവ് പോലെ തുടുത്ത ചുണ്ടുകളുള്ള കൊച്ചുകുട്ടിയുമായിട്ട്. അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ടായിരുന്നു. അത്തരം ചരിത്രങ്ങളിലേക്ക് ഇപ്പോൾ പോയാൽ നമ്മുടെ വിഷയത്തിൽ എത്തുകയില്ല. ഏതായാലും അവർ മക്കയിൽ വരുമ്പോൾ ഒരു ഭാഗത്ത് ജബലുൽ കഅബ, ഒരു ഭാഗത്ത് ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതം. ഈ മലനിരകൾക്ക് നടുവിൽ ജനരഹിതമായ കള്ളിമുള്ളുകൾ മാത്രം വളരുന്ന ഒരു പ്രദേശമാണ് അന്ന് മക്ക. അവിടെ അവർ കൊടുന്നിരുത്തി ഹാജർ ബീവിയെ. ഇത്തിരി ധാന്യമാണ് കയ്യിലുണ്ടായിരുന്നത്. കുടിക്കാൻ ഒരു കോപ്പയാണ്, കഴിക്കാനുള്ള ഒരു ചെറിയ പാത്രമാണുള്ളത്, ഒരു വടിയാണ് ഇബ്രാഹിം പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നത്. അവിടെ ഇറക്കി വെച്ചു. ഇന്നത്തെ സംസം കിണറില്ലേ, നമ്മൾ സംസം കിണർ കാണാൻ പോവാണ്. കഅബ മന്ദിരത്തിന്റെ വലത്തെ മൂലയിലെ
ഹജറുൽ അസ്വദിന്റെ റുക്കുനുൽ അസ്വദ് എന്ന മൂലയിൽ നിന്ന് നേരെ 22 അടി ഒത്തിരി മുന്നോട്ട് റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞാൽ 22ാമത്തെ അടി നിങ്ങൾ എത്തി നിൽക്കുന്നത് സംസം കിണറിന്റെ മുകളിലായിരിക്കും. അത് ഇപ്പോൾ മൂടിയിട്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് ഹജർ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും കൊണ്ടിരുത്തുകയാണ്. തിരിഞ്ഞു മടങ്ങുകയാണ് ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം. ഹജർ ബീവി ചോദിച്ചു, പോവുകയാണോ അങ്ങ്? ഇബ്രാഹിം അലൈഹിസ്സലാം മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണോ? ഇബ്രാഹിം പ്രവാചകൻ മിണ്ടുന്നില്ല. മൂന്നാമത് ഹജർ ബീവി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഞങ്ങളിവിടെ ഒറ്റക്കാക്കി പോകാൻ? ഇബ്രാഹിം പ്രവാചകൻ ഒന്ന് തിരിഞ്ഞു നിന്നു. നമ്മളിപ്പോൾ മക്കയിലെ ആ രംഗത്താണ്. വീണ്ടും നാട്ടിലേക്ക് വരും. അങ്ങോട്ട് പോകാനുള്ള കാര്യം പറയുന്നതിന് മുമ്പ് പോകുന്ന സ്ഥലത്തിന്റെ ഒരു മഹാത്മ്യത്തെ മനസ്സിലേക്ക് ആഴ്ത്തി വെക്കുവാൻ വേണ്ടി ഒരുപാട് കമന്റ് വരുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്, മറുപടി പറയാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു. ഫത്ഹുൽ ബാരി ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, ശബ്ദിക്കാതെ തന്റെ തല കൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചു, അതെ എന്ന അർത്ഥത്തിൽ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. ആലോചിക്കണേ, ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത മക്കയുടെ മലഞ്ചെരുവിൽ, ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത മക്കയുടെ മലഞ്ചെരുവിൽ ഹുങ്കാരവും മുഴക്കി വരുന്ന മണൽക്കാറ്റിന്റെ ആ അലർച്ചയല്ലാതെ, മുകളിൽ പകലിൽ നരച്ച് കിടക്കുന്ന ആകാശത്തിന്റെ മേലാപ്പല്ലാതെ, താഴെ സൂര്യന്റെ രശ്മികളേറ്റ് തപിച്ചു കിടക്കുന്ന മക്കയുടെ മണൽക്കടുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഏകാന്ത വിജനതയുടെ ആ ഭൂമികയിൽ ഹാജറിനെ വെച്ചുകൊണ്ട്, ഇസ്മായിലിനെ വെച്ചുകൊണ്ട് അലൈഹിസ്സലാം ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇബ്രാഹിം ഖലീൽ പ്രാർത്ഥിക്കുന്നത് ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. അല്ലാഹുവേ, തമ്പുരാനെ, എൻ്റെ റബ്ബേ എന്ന് വിളിക്കേണ്ടതിന് പകരം ബഹുവചനം ഉപയോഗിച്ച് ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ കുടുംബത്തെ പാർപ്പിച്ചിരിക്കുന്നു തമ്പുരാനെ. ബിവാദിൻ ഗൈരി ദീ സറഅ, കള്ളിമുള്ളുകൾ മാത്രം വളരുന്ന ഊഷരമായ ഈ താഴ്വരയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധ കഅബ മന്ദിരത്തിന്റെ സമീപത്ത്. റബ്ബനാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുഖീമുസ്സലാ, നിസ്കാര കേന്ദ്രമാകാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലം ഒരു നിസ്കാര കേന്ദ്രമാകാൻ വേണ്ടിയിട്ടാണ്, അതിന് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഫജഅൽ അഫ്ഇദതം മിനന്നാസ്, അല്ലാഹുവേ ഇത് ലോക ജനങ്ങളുടെ സ്നേഹ കേന്ദ്രമാക്കണേ തമ്പുരാന്. ഇബ്രാഹിം ഖലീലിന്റെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മുഴങ്ങിയ ഖുബൈസ് മലനിരയുടെ ഗിരിനിരയുടെ ഉച്ചിയിലെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ലേ മക്കയിലേക്ക്? സ്നേഹമല്ലേ മക്ക ഇന്ന്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വരണ്ട ഗ്രാമങ്ങളിൽ നിന്ന്, ആഫ്രിക്കയുടെ ആ മരുഭൂമിയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് എത്ര സഹസ്രാബ്ദങ്ങളായി ജനങ്ങൾ അവിരാമ പ്രവാഹമായി, അനസ്യൂതമായ ഒരു ഒഴുക്കായി മക്കയെ ലക്ഷ്യം വെച്ച് യാത്രാപഥങ്ങൾ എത്രയാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളത്. ഇതൊരു സ്നേഹകേന്ദ്രമാക്കണേ എന്ന ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ സാർത്ഥകമായ ഫലം ആണ് ഇപ്പോഴും അത് നൂറ്റാണ്ടുകളിലേക്ക് പടർന്നു കയറുന്നത്. തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത്. അല്ലാഹുവേ, എൻ്റെ അഖിലിന് നീ നല്ല ഭക്ഷണം നൽകണമേ. ലഅല്ലഹും യശ്കുറൂൻ. കണ്ടോ, ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു കുടുംബനാഥൻ, നിങ്ങളെല്ലാവരും കുടുംബനാഥന്മാരാകും. പ്രവാസ ലോകത്തിരുന്ന് കേൾക്കുകയാണെങ്കിലും കേരളത്തിലിരുന്ന് കേൾക്കുകയാണെങ്കിലും കുടുംബനാഥനായിരിക്കും. അവിടെ ഖുർആൻ ചില ചിന്തകൾ പകർന്നു തരുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ സേഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ, സുരക്ഷിതത്വത്തിന് ഒരു വീട് ആവശ്യമാണ്. ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട്. അല്ലാഹുവേ നീ നൽകണമേ. പിന്നെയോ ഇൻദ ബൈതികൽ മുഹറം, നല്ല സ്ഥലത്തായിരിക്കുക എന്നാണ് അതിന്റെ അടയാളം. ആധ്യാത്മികമായ ചിന്തകളുള്ള ഒരു സ്ഥലത്ത് വീടായിരിക്കുക എന്നുള്ളത് സന്തോഷകരമാണ്.
ആ സ്ഥലത്ത് വീട്ടിൽ നിസ്കാരക്കരിക്കുന്ന ആളുകൾ ഉണ്ടാകുക, കുടുംബത്തിൽ നിസ്കാരക്കാരുണ്ടാകണം. പിന്നെയോ അവർ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നവരാകണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമാകണം, സ്നേഹിക്കപ്പെടുന്നവരുമാകണം. നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ, നമ്മുടെ തൊട്ടയടുത്ത് ജീവിക്കുന്നവർ, അവരൊക്കെ നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. ഖുർആൻ മാസ്കരികമായ അർത്ഥപരികൽപ്പനകളുള്ള ഒരു വേദഗ്രന്ഥമാണ്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അള്ളാഹ്. നമ്മൾ ഇടക്ക് പറയാറുണ്ടല്ലോ ആ വാക്ക് അല്ലേ. പിന്നെയോ നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഈ ആയത്തിന് നമുക്ക് വിശദീകരിക്കാൻ കഴിയും നമ്മുടെ ചിന്തകളിൽ നിന്ന്. നോക്കൂ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് എന്തായിരിക്കും? ചുണ്ടുകൾ വിതുമ്പിപ്പോകുന്നുണ്ടാകില്ലേ? കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടാകില്ലേ? അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഏകാന്ത വിജനമായ സൈകത ശൈലങ്ങളിൽ, മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ ഇപ്പോൾ ഓർത്തു നോക്കൂ, നിങ്ങളുടെ പത്നിമാരെ ഓർത്തു നോക്കൂ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഓർത്തു നോക്കൂ. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നൊമ്പരത്തിന്റെ വിങ്ങൽ എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. KSയിൽ ഞങ്ങൾക്ക് പ്രവാസികൾ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. 500 ആൾ ഇപ്പോഴും ലൈവിലുണ്ട്. ഷെയർ ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇന്ന് ദീർഘമായി പറയില്ല. നോക്കൂ, നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ പതുക്കെ മക്കയിൽ എത്തിയിട്ട് തിരിച്ചു വരണം, പിന്നെയും പോകേണ്ടി വരും. പിറ്റേന്ന് അന്നത്തെ രാത്രി ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അന്നത്തെ രാത്രി എങ്ങനെയായിരുന്നു ഹാജർ ബീവി കഴിഞ്ഞിട്ടുണ്ടാകുക? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. മരുഭൂമി ഇരുള് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തണുത്ത കാറ്റ് വരും. പകല് കടുത്ത താപമാണെങ്കിൽ രാത്രിയായാൽ നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു പുതപ്പ് പോലും നമ്മുടെ ഉമ്മ ഹാജർ ബീവിയുടെ കയ്യിലില്ല. തൻ്റെ ചോര പൈതലിനെ മാറിനോട് ചേർത്തു പിടിച്ച് ആ മണലിൽ എങ്ങനെയാകും ഹാജർ ബീവി കിടന്നിട്ടുണ്ടാവുക? നീണ്ട യാത്രയാണ്. ബാബിലോണിയയിൽ നിന്ന് ഷാമിലേക്ക്, ഷാമിൽ നിന്ന് ഫിലസ്തീനിലേക്ക്, ഫിലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക്, അങ്ങനെ ചെങ്കടലിന്റെ തീരങ്ങളിലൂടെ യാത്രയുടെ ഒരു നൈരന്തര്യം കഴിഞ്ഞു വന്ന ഈ ഉമ്മ എങ്ങനെയാണ് കിടക്കുക? പിറ്റേന്ന് പ്രഭാതം കുബൈസു മലയുടെ ഗിരിശൃംഗത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചൂട് പതയ്ക്കുമ്പോൾ ഒരു മരത്തിന്റെ തണുപ്പിലേക്കെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിയാതെ വിഹുലപ്പെട്ട മനസ്സുമായി ഇസ്മായിൽ അലൈഹിസ്സലാമയെ ചേർത്തു പിടിച്ച ഹജർ ബീവി എങ്ങനെയാകും മണലിൽ ഇരുന്നിട്ടുണ്ടാകുക? ഓർക്കാൻ പറ്റുമോ? മുത്താഫിൽ തവാഫ് ചെയ്യുമ്പോൾ കുടപിടിക്കുന്നവരാണ് നമ്മൾ. അറഫയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തണുപ്പുണ്ടാകാൻ. അറഫയിൽ ഓട്ടോമാറ്റിക് ടെന്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനയിൽ എയർ കണ്ടീഷന്റെ കുളിരിലാണ് മിന ഇന്ന് ആരാധനയിൽ അമരുന്നത്. ആലോചിക്കണം. അന്നത്തെ ദിവസവും കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞുപോയി ഹാജർ ബീവിയുടെ. തന്റെ സ്ഥാനത്തിൽ പാല് വറ്റിപ്പോയി. നിരന്തരമായ യാത്രയും വെള്ളം കുടിക്കാതെയുമായപ്പോൾ ഹാജറിന്റെ സ്ഥാനത്തിൽ പാലില്ലാതെയായി. ഇസ്മായിൽ വാവിട്ട് നിലവിളിക്കുകയായി. നിങ്ങളുടെ കൊച്ചുമക്കളെ ഓർമ്മ വരുന്നുണ്ടോ? വാവിട്ട് നിലവിളിക്കുകയാണ് ഒരിത്തിരി വെള്ളത്തിന് വേണ്ടി. വിഹലതയോടെ പരതി നോക്കി എവിടെയെങ്കിലും വെള്ളം കിട്ടുന്നുണ്ടോ എന്ന്. ഇല്ല. ഹാജർ ബീവി തൻ്റെ കുട്ടിയെ എവിടെ കിടത്തി? മണലിൽ. യാ അല്ലാഹ്, ഒരു വിരിപ്പ് പോലുമില്ലാത്ത മണലിൽ എങ്ങനെയായിരിക്കും ഇസ്മായിൽ എന്ന പൊന്നുമോനെ കിടത്തിയിട്ടുണ്ടാവുക? ഹജ്ജിന് പോകുന്നവർ എപ്പോഴെങ്കിലും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ മക്കത്തുൽ മുക്കറമയിലെ ഹറം ഷരീഫിലെ ഹോട്ടലിലെ ക്യാൻറ്റീനിൽ വെച്ച് അടിയുണ്ടാക്കി ഞാൻ എൻ്റെ പൈസ കൊണ്ട് വന്നതാടോ എന്ന് വിളിച്ചു പറയുന്ന ആധുനിക ഹാജിയുടെ ചിത്രം നിങ്ങളൊന്ന് ആലോചന ചെയ്ത് നോക്ക്. സഞ്ചരിക്കുന്ന ബസ്സിൽ കുറച്ചു നേരം എയർ കണ്ടീഷൻ ഓഫായി പോയാൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെയും മുർഷിദിനെയും ചീത്ത വിളിക്കുന്ന ഹാജിയെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളത് ആലോചിക്കണം. അതാണോ ഹജ്ജ് ശരിക്ക്? തൻ്റെ പ്രാണപ്രേയസിയെ തേടിയുള്ള ഒരോട്ടമാണ്. ഇസ്ഫഹാനിന്റെ ചുമരുകളിൽ ചുണ്ടുരുമിക്കരഞ്ഞ് ഖൈസിനെ പോലെയുള്ള പ്രാണനാഥനെ തേടിയുള്ള ഒരോട്ടമാണ്. കഅബ ആദ്യം കാണുന്നൊരു മുഹൂർത്തമുണ്ട്. ഏതെങ്കിലും ദിവസം നമ്മളവിടെ എത്തും. കഅബയെ അരിപ്പുണരുന്നൊരു മുഹൂർത്തമുണ്ട്. കഅബയെ ചുറ്റിക്കിടക്കുന്ന കിസ്വയില്ലേ, ആ കിസ്വ കാമുകിയുടെ വസ്ത്രമാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ചേർത്ത് പിടിക്കില്ലേ നമ്മൾ? ഹജറുൽ അസ്വദ് കാമുകിയുടെ ചുണ്ടാണെന്ന് ഓർത്തു നോക്ക്. ചേർത്ത് പിടിച്ച് ചുംബിക്കില്ലേ നമ്മൾ? കാലു വിറച്ചു പോകില്ലേ ബാബുൽ കഅബയുടെ മുന്നിൽ നിൽക്കുമ്പോൾ?
സഫ എന്ന് പറയുന്ന കുന്നിന്റെ മുകളിലേക്ക് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഓടിക്കയറി. വിഹ്വലമാണ് മനസ്സ്. വെള്ളമില്ല, പറവകളെങ്ങാനും പറക്കുന്നുണ്ടോ കാണുന്നില്ല. മർവായിലേക്കോടി, പിന്നെയും സഫ, പിന്നെയും മർവ. അവിടെ എന്തിനാ ഓടുന്നത് നമ്മൾ പിന്നീട് പറയും. അപ്പോഴാണ് കുട്ടിയുടെ ശബ്ദം കൂടി, കരച്ചൽ. ഓടിയിറങ്ങി ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ഒരഭിപ്രായപ്രകാരം ഹളറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ടുണ്ട്. ഒരു ചവിട്ട് കൊടുത്തു. ഇസ്മായിൽ നബിയുടെ ആ മനോഹരമായ തരുണതയുള്ള കാൽപാദങ്ങൾക്ക് താഴെ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് തുഴഞ്ഞു എന്നാണ്. അതല്ലെങ്കിൽ ഇസ്മായിൽ നബി കാലിട്ടടിച്ചു എന്നാണ്. ഉറവ പൊട്ടി ഒഴുകുകയാണ്. ഏകാന്ത വിജനമായ ശൈകത ശൈലങ്ങളിലെ ചുട്ടുവഴുത്ത മരുഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉറവ പൊട്ടുകയാണ് വെള്ളം. ഹജറാഹ്ലാദത്തോടെ ആ വെള്ളമെടുത്ത് ഇത്തിരി ഇസ്മായിലിന്റെ ഉണങ്ങിത്തുടങ്ങിയ ചുണ്ടിലേക്ക് ഒറ്റിച്ചു കൊടുത്തു. പിന്നെ ഇത്തിരി എടുത്തു കുടിച്ചു. വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഹാജർ ബി ഭയപ്പെട്ടു. അല്ലാഹ്, ഈ വെള്ളം നഷ്ടപ്പെട്ടാൽ നാളെ എങ്ങനെ ജീവിക്കും? ഇനി തന്റെ പ്രിയപ്പെട്ടവൻ വരുന്നത് വരെ എങ്ങനെ ജീവിക്കും? അപ്പോഴൊരു തളമുണ്ടാക്കി ഹാജർ ബീവി മണലുകൊണ്ട്. ആ തളവും പൊട്ടിച്ചു കളഞ്ഞു. വെള്ളം കുതിച്ചു പാഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ ഹാജർ ബീവി തന്റെ അരിസ്മാറ്റിക് ഹിബ്രു ഭാഷയിൽ കൈകൊണ്ട് മരുഭൂമിയിൽ ആ വെള്ളത്തിന്റെ മുകളിൽ ആഞ്ഞൊരടി അടിച്ചു പറഞ്ഞു, സംസം സംസം സംസം, സ്റ്റോപ്പ് ദയർ എന്നാണ് അതിന്റെ അർത്ഥം. ഹിബ്രു ഭാഷയിൽ നിൽക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ആ വെള്ളത്തിന്റെ പേര് അന്ന് സംസം എന്നല്ല. ഇന്ന് ആ വെള്ളത്തിന്റെ പേര് സംസം എന്നാണെങ്കിൽ അന്ന് ആ വെള്ളത്തിന് അങ്ങനെ ഒരു പേരില്ല. അത് അവരുടെ ഭാഷയിൽ അവർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞതാണ്. ആ വെള്ളം അന്ന് അവിടെ നിന്നു. എത്ര സഹസ്രാബ്ദങ്ങളാണ് കടന്നുപോയത്. എത്ര വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ആഷാഢവുമാണ് ഭൂമിയെ പ്രണയിച്ച് കടന്നുപോയത്. ഇപ്പോഴും അവിരാമ പ്രവാഹമായി സംസത്തിന്റെ ഉറവ പൊട്ടിയൊലിക്കുകയാണ് അവിടെ നിന്ന്. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഹാജർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു നീർച്ചോല പോലെ ഖിയാമത്ത് നാളോളം ഒഴുകുമായിരുന്നു സംസം എന്ന്. പക്ഷേ അങ്ങനെ ഒഴുകിയാൽ അവിടെ ആരാധന നിർവഹിക്കാൻ ബുദ്ധിമുട്ടാകും. കണ്ടോ കാലത്തിന്റെ ചില നിയതികൾ, കാലത്തിന്റെ ചില നിയോഗ ലക്ഷ്യങ്ങൾ കണ്ടോ നിങ്ങൾ. ആ മണ്ണിലേക്കാണ് മനസ്സുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഅബ മന്ദിരം നിർമ്മിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാം നാളെ മരിച്ചു പോയിട്ട്, ഞാനത് പറയുന്നതിന് മുമ്പേ ഷെയർ ചെയ്യാത്തവർ ഒന്ന് ഷെയർ ചെയ്തു തരാം. ഒരു വട്ടം ഷെയർ ചെയ്തവർ ഒന്നുകൂടി ഷെയർ ചെയ്തോളൂ. മരിച്ചു പോയിട്ട് ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി 2 മലക്കുകൾ വരും അല്ലേ, മുൻകർ നക്കീർ. അവർ വന്ന് ചോദിക്കും, എന്താണ് ഈ യാത്രയുടെ പുണ്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മൻ റബ്ബുക്, നിന്റെ ഇലാഹാരാൻ, റബ്ബാരാൻ? അല്ലാഹു റബ്ബീ, അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവെന്ന് പറയണം. അമൻ നബിയുക്, നിന്റെ നബി ആരാ? മുഹമ്മദുൻ നബി എന്ന് പറയണം. ഇതിപ്പോ കാണാപാഠം പഠിച്ചു വെച്ചിട്ടൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അമാ ഖിബിലത്തുക്, നിന്റെ കിബില ഏതാണ്? കഅബത്തു ഖിബിലത്തി എന്ന് പറയണം. അമാ ഇമാമുക്, നിന്റെ ഇമാം ആരാ? ഖുർആനു ഇമാമി എന്ന് മറുപടി പറയണം. ഇത് പറയാതെ ആദം നബി അലൈഹിസ്സലാമ മുതൽ കടന്നുപോയ ജനപഥങ്ങളിലെ ഒരാൾക്കും ഇപ്പോൾ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്കും ഇനി നൂറ്റാണ്ടുകളിൽ പിറവിയെടുക്കാനുള്ള മന്വന്തരങ്ങളിൽ ഇനിയും ജനിക്കാനിരിക്കുന്ന മുഴുവൻ തലമുറകളിലെ സകല മനുഷ്യരും ഇതിനുത്തരം പറയണം. ഇല്ലെങ്കിൽ മുൻകർ നക്കീർ വെറുതെ വിടില്ല. പക്ഷേ ഇഹ്റാമിലാണ് ഞാനും നിങ്ങളും മരിച്ചത് എങ്കിൽ, ഹജ്ജിനോ ഉംറയ്ക്കോ ഉള്ള ഇഹ്റാമിലാണ് മരിച്ചതെങ്കിൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖറജ ഹാജൻ ഫമാത കുതിബ ലഹു അജ്റുൽ ഹാജ്. ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു, എന്നിട്ട് അവൻ മരിച്ചു. ഫമാത്, അവൻ മരിച്ചു എങ്കിൽ അവനൊരു ഹാജിയുടെ പ്രതിഫലമാണ് എന്നൊരു ഹദീസിലുണ്ട്. നോക്കൂ, ഇഹ്റാമിലായി ഒരു പുരുഷൻ മരിക്കുകയാണെങ്കിൽ
അയാളുടെ തലയൊന്നും മറക്കാതെ മയ്യത്ത് മറവ് ചെയ്യും. സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ ഇഹ്റാമിലാണെങ്കിൽ മുഖവും മുൻകൈയും മറക്കാതെ അവരെ ഖബറിൽ മറവ് ചെയ്യും. അവിടെയും മുൻകർ നക്കീർ വരും, ചോദിക്കും മൻ റബ്ബുക് എന്ന് ചോദിക്കും. എന്താ മറുപടി പറയണ്ടേ? നിങ്ങൾ കമന്റ് ചെയ്തോളൂ. എന്താ മറുപടി പറയേണ്ടത്? അല്ലാഹു റബ്ബീ, അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്നാ. പക്ഷേ ഇഹ്റാമിൽ മരിച്ച ഹാജി അല്ലെങ്കിൽ ഉംറക്കാരൻ ഉമ്മാർ മറുപടി പറയുന്ന മറുപടി എന്താണെന്നറിയോ? ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ലബ്ബൈക്കിന്റെ സന്ദർഭമൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരും. ഇപ്പോൾ ആദ്യം മുതൽ കേട്ടവർക്കേ മനസ്സിലാവുള്ളൂ. മക്കയുടെ ഒരു ഫലായിൽ പറയണം, മഹത്വം പറയാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആരാണ് നിന്റെ നബി? അപ്പോഴവർ പറയും ഇഹ്റാമിൽ മരിച്ചാലട്ടോ, ഹജ്ജ് കഴിഞ്ഞു എന്ന് മരിച്ചാലല്ല, ഇഹ്റാമിലായിരിക്കുന്നു മരിക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. ആലോചിച്ച് അമീൻ പറഞ്ഞാൽ മതി. നാട്ടിൽ വന്ന് ആരെയും കാണാൻ പറ്റില്ല. മക്കയിലവിടെ മറവ് ചെയ്യും. 4 പ്രാവശ്യം 5 പ്രാവശ്യം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഹക്കീമി പള്ളി. അള്ളാഹുവേ അവർക്ക് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. കാരണം ഇത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ സന്തോഷമാകുമല്ലോ. 10:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 11 മണിയായി നിങ്ങൾ ഒന്ന് ഇൻഫോം ചെയ്യണം, നമ്മൾ അപ്പം നിർത്തും. ഹബീബിങ്ങളെ, നിന്റെ ഖിബില ഏതാണെന്ന് ചോദിക്കും. കഅബത്തു ഖിബിലതി എന്ന് മറുപടി പറയേണ്ടതിന് പകരം അവർ മറുപടി പറയുക ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആരാ നിന്റെ ഇമാമ്? അതിനവർ മറുപടി പറയേണ്ടത് എന്താണ്? എന്റെ ഇമാമ് ഖുർആനാണ് എന്ന. പക്ഷേ ഇഹ്റാമിൽ മരിച്ചവർ പറയാ എന്താ പറയാ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നാണ് മറുപടി പറയുക. പടച്ചവനെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ചോദ്യം അവസാനിപ്പിച്ചുകൊണ്ട് മുൻകർ നക്കീർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്നാണ്. വാവ്, അമേസിങ്. പിന്നെ ചോദ്യമില്ല അവരോട്. നീ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യം പിന്നെ അവരോടില്ല. ഇത് അമ്പിയാക്കൾക്കില്ലാത്തതാണ്, ഇത് ഔലിയാക്കൾക്കില്ലാത്തതാണ്, ഇത് ശുഹദാക്കൾക്കില്ലാത്തതാണ്, ഇത് സഹാബത്തിന് പോലും ഇല്ലാത്തതാണ്. ഇത് ഉംറയിൽ ഇഹ്റാമിൽ മരിച്ച ആൾക്കുള്ളതാണ്. ഇനി നിങ്ങൾ ആമീൻ പറഞ്ഞോളി ധൈര്യത്തിൽ. അതിനൊക്കെ വലിയ ഭാഗ്യം എന്താ? പിന്നെ നമ്മോട് ചോദ്യമില്ല. കാരണം എന്താണ്? ഇവിടുന്ന് പോകുമ്പോൾ അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് ആ ഹാജി ഹജ്ജ് ചെയ്താൽ എന്നാണ്. അപ്പൊ ഇഹ്റാമിലായി മരിച്ചവൻ ഹാജിയാണെന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഹദീസും നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. കയ്യൗമ വലദത്തുഹു ഉമ്മു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെയാണ്. ഉമ്മ പ്രസവിച്ച ആ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കുഞ്ഞിനോട് ചോദ്യമുണ്ടോ? എന്തുട്ട് ചോദിക്കാനാ? മുൻകർ നക്കീർ എന്താണ് ചോര പൈതലിനോട് ചോദിക്കുക? ഒന്നും ചോദിക്കില്ല. ആ ഹദീസ് മുന്നിൽ വെച്ചോളൂ. ഒപ്പം മറ്റൊരു ഹദീസ് ഞാൻ ചേർത്ത് വെക്കാം, എഴുതി വെച്ചോളൂ. മൻ ഖറജ ഹാജൻ ഫമാത കുതിബ ലഹു അജ്റുൽ ഹാജ്. ഹജ്ജിന് പുറപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് വെച്ചാൽ ഇഹ്റാമിലായി മരിച്ചു, അവൻ ഹാജിയാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവൻ തെറ്റില്ല. അപ്പൊ പിന്നെ അവനോട് ചോദ്യമില്ല, ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് ഹജ്ജും ഉംറയും നിർവഹിച്ചാൽ കിട്ടുന്ന പുണ്യം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അവിടെ പോവാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കാൻ ഒരു വാചകം കൂടി ഞാൻ പറയാം. അൽ കഅബത്തു ഹയ്യത്തുൻ ബിത്തിഫാഖി അഹ്ലിൽ കശ്ഫ്. കഅബ മന്ദിരത്തിന് ജീവനുണ്ട്. ഒന്നുകൂടി കേട്ടോളൂ, കഅബക്ക് ജീവനുണ്ട്. അൽ കഅബത്തു ഹയ്യ ബിത്തിഫാഖി അഹ്ലിൽ കശ്ഫ്. ഉൾക്കാഴ്ചയുള്ള ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഅബക്ക് ജീവനുണ്ട് എന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ മഹ്ശറാവൻ സഭയിൽ സഹസ്രകോടി ജനപുരുഷൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പുതുമണവാളനെ പോലെ, പുതുമണവാട്ടിയെ പോലെ കഅബ അണിഞ്ഞൊരുങ്ങി വരും മഹ്ശറയിലേക്കെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എന്തിനാണ്? അള്ളാഹുവിനോട് പറയും കഅബ, ഇവൻ ബഷീർ എന്നെ പരിചംക്രമണം ചെയ്തിട്ടുണ്ട്, എന്നെ ഇയാൾ തവാഫ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വാതിൽ ഇവൻ അണച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് സാക്ഷി പറയും കഅബത്തു ശരീഫ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്തെങ്കിലും അവിടെ പോയി നിൽക്കുമ്പോൾ ഓർക്കണം, കഅബക്ക് ജീവനുണ്ട്. അൽ കഅബത്തു ഹയ്യത്തുൻ ബിത്തിഫാഖി അഹ്ലിൽ കശ്ഫ്.
ഉൾക്കാഴ്ചയുള്ളവരൊക്കെ ഒരുമിച്ച് ഇത്തിഫാക്കായി പറഞ്ഞിരിക്കുന്നു, കഅബക്ക് ജീവനുണ്ട്. പോകണ്ടേ? പോകണ്ടേ? നമുക്ക് ഈ യാത്രയിൽ മനസ്സുകൊണ്ടുള്ള യാത്ര അള്ളാഹു കബൂൽ ചെയ്ത് ശരീരം കൊണ്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഅബ മന്ദിരത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ നിങ്ങളൊരു പോലീസുകാരൻ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഹജറുൽ അസ്വദിൻ്റെ മുമ്പിൽ. അതിൻ്റെയും കഅബയുടെ വാതിലിൻ്റെയും ഇടയിൽ ഇത്തിരി സ്ഥലമുണ്ട്. ഞാനൊരു ഇൻസ്പയർ ആകാൻ വേണ്ടി അകത്ത് പറയാണ്, സവിശദമായി അടുത്ത ദിവസങ്ങളിൽ അവിടെയൊക്കെ എത്തും നമ്മൾ. ആ സ്ഥലത്തിൻ്റെ പേര് മുൽത്തസം എന്നാണ്. എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. മുൽത്തസം എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ മന്ദിരത്തിൻ്റെ അവിടെ എത്തിയാൽ ധാരാളമായി അവിടെയാണ് നിൽക്കാറുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല്ലികൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഇത്തിരി സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും അവിടെ എത്തുമ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അവിടെ തിരക്ക് കൂട്ടാതിരുന്ന്, അഥവാ കിട്ടിയാൽ ഭാഗ്യം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ചെന്ന് നിൽക്കണം. 2, അവിടെ സുആക്കുത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയുടെ വാതിലിൽ നെഞ്ചു ചേർത്ത് നിന്നാൽ, കഅബയുടെ കട്ടിലയിൽ കൈ പിടിച്ച് നെഞ്ചു ചേർത്ത് നിന്നാൽ അവിടെ ദുആക്കുത്തരമുണ്ട് മുഹമ്മദ് മുസ്തഫ. കുറച്ചുകൂടി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി. ഹിജ്ർ ഇസ്മായിൽ എന്ന് അതിൻ്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഖബർ എന്ന്, ഹാജർ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖബർ എന്ന് അഭിപ്രായമുണ്ട്. പ്രാമാണികമായി തന്നെ അഭിപ്രായമുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ ഖബറും അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയും ചന്ദനത്തിരി ഒന്നുമില്ല കേട്ടോ. അതിങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ദുആക്കുത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. മുൽത്തസം കഴിഞ്ഞു കഴിഞ്ഞ് ഹിജ്ർ ഇസ്മായിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ പഠിയണം കേട്ടോ. പിന്നെ ഒരു സ്വർണ്ണപ്പാത്തി കണ്ടിട്ടില്ലേ നിങ്ങൾ ഹിജ്ർ ഇസ്മായിലിന്റെ മുകളിൽ? അതിന് മീസാബ് എന്നാണ് പേര്. മീസാബ്. അതിൻ്റെ താഴെ നെഞ്ച് ചേർത്ത് നിന്ന് ദുആ ചെയ്താൽ ഉത്തരമുണ്ട് മുഹമ്മദ് മുസ്തഫ. റുക്കുനുൽ അസ്വദ് ഉണ്ട്, റുക്കുനുൽ യമാനി ഉണ്ട്, റുക്കുനുൽ ഷാമി ഉണ്ട്, റുക്കുനുൽ ഇറാഖി ഉണ്ട്. അതിൽ റുക്കുനുൽ യമാനി എന്ന് പറയുന്ന കോർണറിൽ കഅബയുടെ 4 മൂലയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് കാണാതെ പഠിക്കൊന്നും വേണ്ട, അതൊന്നും ബേജാറാകേണ്ട കാര്യമില്ല. റുക്കുനുൽ അസ്വദ് ഹജറുൽ അസ്വദ് ഇരിക്കുന്നതാണ്. റുക്കുനുൽ ഇറാഖി ആ ഭാഗം ഇറാഖിന്റെ സൈഡിലേക്കാണ്. റുക്കുനുൽ ഷാമി അത് ഷാമിന്റെ ഭാഗത്തേക്കുള്ള മൂലയാണ്. റുക്കുനുൽ യമാനി അവിടെ ചുംബിക്കലും സുന്നത്തുണ്ട്, അവിടെ ദുആക്കുത്തരമുണ്ട്. കഅബയുടെ മുന്നിൽ നിങ്ങൾ ഒരു സ്ഫടികത്തിന്റെ കൂട് കണ്ടിട്ടില്ലേ? പിത്തളയുടെ ആവരണത്തിൽ സ്ഫടികത്തിന്റെ ഒരു ചില്ലുകൂട്. അത് മഖാം ഇബ്രാഹിമാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബൈനാത് മഖാമു ഇബ്രാഹിം. ഹിജ്ർ ഇസ്മായിൽ കഴിഞ്ഞ് മീസാബ് ഇത് കമന്റ് ചെയ്യും. മീസാബ് സ്വർണ്ണപ്പാത്തി. അത് കഴിഞ്ഞ മഖാം ഇബ്രാഹിം എന്ന് എഴുതണം. ഖുർആൻ പറയുകയാണ്, ഇന്ന വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനമാണ് കഅബ. അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നിട്ട് ഖുർആൻ ഒന്നിന്റെ പേരെടുത്തു പറഞ്ഞു, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഹൃദയസ്പൃക്കായ വാക്കുകൾ. മാഷാ അല്ലാഹ്, നിങ്ങൾ ദുആ ചെയ്യട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. ആ ചില്ലുകൂടാരത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാൽപാദം പതിഞ്ഞ കല്ല് അവിടെ ഇരിക്കുന്നുണ്ട്. 2-3 അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം ഞാൻ പറയാം. കഅബ മന്ദിരം നിർമ്മിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ കല്ലെടുത്ത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഹൈറ്റ് കൂടിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ല് കൊടുക്കും. ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. കല്ലെടുത്ത് കൊടുക്കും, ഇബ്രാഹിം നബി അവിടെ പടുക്കും. വീണ്ടും വീണ്ടും അങ്ങനെ ഹൈറ്റ് കൂടിയപ്പോൾ കല്ലെടുത്ത് വെക്കാൻ ഇബ്രാഹിം പ്രവാചകൻ അലൈഹി സ്വലാമയ്ക്ക് കഴിയാതെ വന്നപ്പോൾ സൗണ്ട് പോയി എന്ന് കേൾക്കുന്നില്ലേ? ഒരാൾ കമന്റ് ചെയ്തിന് സൗണ്ട് പോയി എന്ന്.
ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂടെ ആൾ, വെയിറ്റ് ചെയ്യണ്ട, സമയം കുറവുണ്ട്. സൗണ്ട് പോയി ഒരാൾ കമൻറ്റ് ചെയ്തല്ലോ. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമ ചവിട്ടി നിന്ന കല്ല് ഒരു ഓട്ടോമാറ്റിക് ലിഫ്റ്റിൽ എന്നതുപോലെ മുകളിലേക്ക് ഉയരുകയാണ്. നിങ്ങൾ പറയും ബഷീർ ബൈസി എന്തുട്ട് തള്ളലാണ് ഈ തള്ളണെന്ന്. കാരണം നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ബൈത്തുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഖലീലുള്ള ആണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആരാണ് കല്ലെടുത്തു കൊടുക്കുന്നത്? ദബീഹുല്ലാ, അള്ളാഹുവിന്റെ ദബീഹാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ആ കല്ലിങ്ങനെ കയറിയെന്നാണ്. ആ കല്ലാണ് ഇപ്പോഴും മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. ഞാനത് ഇങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് കഅബയുടെ വിശേഷങ്ങൾ. പിന്നെ ആ മുറ്റമുണ്ടല്ലോ, മുറ്റം, അതിന് പറയുന്ന പേര് മത്താഫ് എന്നാണ്. അപ്പൊ മഖാം ഇബ്രാഹിം ഒന്ന് കമന്റ് ചെയ്തുള്ളൂ. പിന്നെ കഅബയുടെ താഴെ ഒരു തറയുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇപ്പൊ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിന് ഷാദിർവാൻ എന്നാണ് പേര്. അപ്പൊ ഞാൻ എന്തൊക്കെ പേര് പറഞ്ഞു? റുക്കുനുൽ അസ്വദ്, റുക്കുനുൽ ഇറാഖി, റുക്കുനുൽ ഷാമി, റുക്കുനുൽ യമാനി, മുൽത്തസം, ബാബുൽ കഅബ, ഹിജ്ർ ഇസ്മായിൽ, മീസാബ്, മഖാം ഇബ്രാഹിം, ഷാദിർവാൻ, മതാഫ്, സംസം. ഇതൊക്കെ അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം കഅബ മന്ദിരം നിർമ്മിച്ചു കഴിഞ്ഞ് ഖുബൈസ് ഗിരിശൃംഖത്തിന്റെ ഉച്ചിയിൽ കയറി വിളിച്ചു പറയുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതിന്റെ കബൂലിയത്തിന് വേണ്ടി, അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി. ഏതു നന്മയുള്ള പ്രവർത്തനം ചെയ്താലും പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അവിടെ എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത്. നമ്മളൊരു സർവീസ് ചെയ്തു, ഒരു സേവനം ചെയ്തു. ഇപ്പൊ ലോക്ക്ഡൌൺ കാലമാണ്, ഒരുപാട് സർവീസ് ചെയ്യുന്ന സംഘടനകളുണ്ട്. KMCC പോലെ, വിക്കായെ പോലെ, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ വിശ്വാസികളായ ആളുകൾ ഒരു നന്മ ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അയാൾ താങ്ക് യു പറയട്ടെ, പറയാതിരിക്കട്ടെ, അയാളുടെ നന്ദി നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അയാളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നിഷ്ഫലമായി പോകും. മനസ്സുകൊണ്ടെങ്കിലും പറയാം, അല്ലാഹുവേ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നിങ്ങൾ ഒരാളെ നോക്കി പുഞ്ചിരിച്ചു, അത് അമലാണ്. ആ പുഞ്ചിരിച്ചു കഴിഞ്ഞ ആത്മാർത്ഥമാണെങ്കിൽ, അയാളുടെ അടുത്ത് സംതിങ് കിട്ടാനാണെങ്കിൽ അപ്പോഴേ പോയി റബ്ബനാ തഖബ്ബൽ മിന്നാ. നിങ്ങളിത് കേൾക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് വിശ്വാസമുണ്ട് ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് അമലാണ്, കൂലി കിട്ടും. റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, വഅദ്ദിൽ ഫിന്നാസ്, ജനങ്ങളെ ക്ഷണിക്കൂ ഇബ്രാഹിം അലൈഹിസ്സലാം, ബിൽ ഹജ്ജ് യഅ്തൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലാഹു പറയുകയാണ്, നീ ജനങ്ങളെ ഈ മന്ദിരത്തിലേക്ക് ക്ഷണിക്കൂ ഇബ്രാഹിം. അവർ കാൽനട യാത്രക്കാരായും പൊടി പിടിച്ചവരായും വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, അവർ വിദൂര ദിക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരും എന്ന് അള്ളാഹു ഇബ്രാഹിമിനെ അലൈഹിസ്സലാം വഹി കൊടുക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി 3 ഭാഗത്തേക്കും, ഇവിടെയാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ ഒരു ട്വിസ്റ്റ്, വിളിച്ചു പറയുകയാണ്, വരൂ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരൂ എന്ന്. ആ 4000 കൊല്ലത്തിനു മുമ്പുള്ള ഖുബൈസ് പർവ്വതത്തിന്റെ ഗിരിശൃംഗത്തിൽ മുഴങ്ങിയ ഖലീലുല്ലാഹിയുടെ വിളി, ഖലീലുള്ള ഒരു ഖലീഫ മാത്രമാണ്, അള്ളാഹുവിന്റെ വിളിയാണ്, വരൂ എന്ന വിളിയാണ്. നൂറ്റാണ്ടുകൾ എത്ര കടന്നിട്ടും, സഹസ്രാബ്ദങ്ങൾ എത്ര കടന്നുപോയിട്ടും, ദശലക്ഷ സഹസ്ര കോടി ജനങ്ങൾ കഅബയെ ലക്ഷ്യമാക്കി ലബ്ബൈക് 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 അല്ലാഹ്, പടച്ചവനെ ഞാനിതാ വിളി കേൾക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന്റെയോ ഉംറയുടെയോ ഭാഗമായി ലൈഫിൽ ഒരു തവണയെങ്കിലും ലബ്ബൈക് അല്ലാഹ് എന്ന് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റേത് ദിക്റിനും
ചൊല്ലിയാൽ കൂലിയുണ്ട്. ഈ ദിക്ർ ഹാജിക്കും ഉംറക്കാരനും മാത്രമുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലിയാൽ ഒരു നന്മ ചെയ്തു എന്ന പ്രതിഫലം കിട്ടുമെന്നല്ലാതെ ആ ചൊല്ലിയതിന് കൂലി കിട്ടില്ല. കാരണം എന്താണ്? അത് ഹാജിക്കും ഉംറക്കാരനും മാത്രമുള്ളതാണ്. ഇതൊക്കെയാണ് ആമുഖമായി പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുലബ്ബിക് ഇല്ലാ ലബ്ബാ മിൻ യമീനിഹി വശിമാലിഹി മിൻ ഹജരിൻ വഹജരിൻ ഔ മദരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചൊല്ലിയാലുണ്ടല്ലോ, അവന്റെ വലഭാഗത്തു നിന്നും അവന്റെ ഇടതുഭാഗത്തു നിന്നുമൊക്കെ മരങ്ങൾ, കല്ലുകൾ എല്ലാം ലബ്ബൈക്ക് എന്ന് ചൊല്ലുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേറെ പുണ്യമുള്ള ഈ പ്രപഞ്ചത്തിലെ ശ്രേഷ്ഠകരമായ ഒരു മണ്ണിലേക്കാണ് മനസ്സുകൊണ്ട് നമ്മളൊരു പ്രയാണം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നുകൂടി പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനാദാ ലബ്ബൈക്ക്. നമ്മൾ എന്തെങ്കിലും ലബ്ബൈക്ക് പറയുകയാണെങ്കിൽ ഇതാ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ പറയും കേട്ടോ. ഇപ്പം നമ്മളതിൻ്റെ ഒരു ഫലായിൽ പറയാൻ വേണ്ടി ചുമ്മാ ഒന്ന് മക്കത്ത് പോയി വരികയാണ്, ഒരോട്ട പ്രദക്ഷിണം. വീണ്ടും വീട്ടിൽ നിന്ന് കുളിച്ച് ഒരുങ്ങി നമ്മളിങ്ങനെ ജിദ്ദ എയർപോർട്ടിലൊക്കെ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ലബ്ബൈക്ക് അല്ലാഹു പറഞ്ഞാൽ നാദാ മുനാദ്, ഒരു വിളിയാളൻ അപ്പോൾ വിളിച്ചു പറയും. അത് കേട്ട ആളുകളുണ്ട്. ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി, ഹജ്ജിന് ഇഹ്റാം കെട്ടി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടവരുണ്ട്. മിനസ്സമാ, ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിയാളൻ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? ലബ്ബൈക്ക് വസഅദൈക് സാദുക ഹലാൽ വറാഹിലതുക ഹലാൽ വഹജ്ജുക മബ്റൂർ വഗൈറു മഅ്സൂർ എന്ന് പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, കോരിത്തരിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കോരിത്തരിക്കുന്നുണ്ടോ? എൻ്റെ അവതരണം കൊണ്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആലോചിക്കുമ്പോൾ. ലബ്ബൈക്ക് അല്ലാഹുമ്മ പറഞ്ഞാൽ ആകാശത്ത് ഒരാൾ വിളിച്ചു പറയും, ലബ്ബൈക്ക് വസഅദൈക്, വെൽക്കം. എന്നിട്ടോ സാദുക ഹലാൽ, നിന്റെ പാഥേയം അനുവദനീയമായ പാഥേയമാണ്. ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിന്റെ മക്കയിലേക്കുള്ള ഈ യാത്രയിൽ നീ കൈ പിടിച്ച പാഥേയമുണ്ടല്ലോ, അത് ബാഗിൽ വെച്ച അച്ചാറും ഉപ്പിലിട്ടതും മറ്റ് ഡ്രസ്സൊന്നുമല്ല. ആ പാഥേയം എന്താണ്? ഇഷ്കിന്റെ പാഥേയം. അള്ളാഹുവിനെ കാണാൻ പോകുന്ന ഒരു ദർവേശിന്റെ മനസ്സിന്റെ വിഹ്വലതയാണത്. അത് അള്ളാഹു സ്വീകരിച്ചു. വറാഹിലതുക ഹലാൽ, നിന്റെ യാത്ര ഹലാലാണ്, നിന്റെ ഈ യാത്ര ഹലാലാണ്. അതുകൊണ്ട് ഹജ്ജുക മബ്റൂർ, നിന്റെ ഹജ്ജ് മബ്റൂറാണ്. ഹജ്ജ് ചെയ്യുന്നതിന്റെ മുമ്പേ ഉത്തരവിടുകയാണ് ആകാശലോകത്ത് നിന്ന്. കണ്ടോ നിങ്ങള്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പറയപ്പെടുന്നൊരു ഹജ്ജ് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുകയാണ്. മറ്റൊന്നുകൂടി കഅബയുടെ പുണ്യമായി പറഞ്ഞുണ്ട്, ഒന്നുകൂടി പറയട്ടെ. ഇന്നലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈല, അള്ളാഹുവിന് ഓരോ രാത്രിയിലും ഓരോ പകലിലും അള്ളാഹു കുറെ റഹ്മത്തുകളെ മക്കയിൽ മാത്രമായി ഇറക്കും. മാഷാ അല്ലാഹ്, മറ്റെവിടെയല്ല. കഅബത്തുൽ മുശറഫയുടെ സമീപത്ത് കണ്ണു നിറയുന്നു നൗഷാദ് ബീച്ച്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്നായി ദുആ ചെയ്തോളൂ. പറയുന്ന എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എൻ്റെ മുഖവും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ശബ്ദവും മൈൻഡ് ചെയ്യണ്ട. മനസ്സുകൊണ്ട് കണ്ണടച്ചു പിടിച്ച് മക്കയെ സ്വപ്നം കണ്ടോളൂ. എത്തും. നമ്മൾ മദീനയിൽ പോയപ്പോൾ റൗള സ്വപ്നം കണ്ടവരുടെ പേരടക്കം ഞാനോട് പറഞ്ഞില്ലേ, അത് അവരുടെ മനസ്സിൻ്റെ ഒരു സാന്നിധ്യ. അള്ളാഹ് ഹബീബ് പറയുകയാണ്, എല്ലാ രാത്രിയും പകലും 120 റഹ്മത്തുകൾ കഅബ മന്ദിരത്തിന്റെ സമീപത്ത് ഇറങ്ങുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. തൻസിലു അലാ ഹാദൽ ബൈത്ത്, കഅബയുടെ മുകളിൽ 120 റഹ്മത്തുകൾ ഓരോ ദിവസവും ഇറങ്ങും. അല്ലാഹുവേ ഞങ്ങളെ അതിൽ കൂട്ടണേ. സിത്തൂനലി ത്വായിഫീൻ, 60 കൂലി റഹ്മത്ത് കിട്ടുക തവാഫ് ചെയ്തവർക്കാണ്. തവാഫ് എന്താണെന്നൊക്കെ അടുത്ത ദിവസം നമ്മൾ പറയും. തവാഫ് ചെയ്തവർക്കാണ്.
വഅർബഊന ലിൽ മുസല്ലീൻ. അവിടെ നിസ്കരിച്ചവർക്കാണ് 40 റഹ്മത്ത് കിട്ടുക. വഇശ്റൂന ലിന്നാളിരീൻ. 20 കൂലി കിട്ടുന്നത് ബിലാൽ അരിക്കാടി 1K ഷെയറായി. മാഷാ അല്ലാ. ഇതിൽ ഷെയർ കൂടിയതുകൊണ്ട് എനിക്ക് പൈസ കിട്ടില്ല എന്ന് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1000 ഷെയർ ചെയ്യുമ്പോൾ അത്രയും ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടല്ലോ. മാഷാ അല്ലാ. താജുദ്ദീൻ റൂമി വന്നിട്ടുണ്ട്, സന്തോഷം. നോക്കൂ, നിങ്ങൾ ഇത് പറയാൻ പോകുന്നത് ഓർത്ത് നിങ്ങളുടെ കണ്ണ് നിറയണം. ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. കണ്ണ് നിറയണം. 60 കൂലി തവാഫ് ചെയ്ത കൂലിയല്ല, റഹ്മത്ത് തവാഫ് ചെയ്തവർക്ക്. 40 റഹ്മത്ത് നിസ്കാരക്കാർക്ക്. എവിടെ? കഅബയുടെ സമീപത്ത്. വഇശ്റൂന ലിന്നാളിരീൻ. 20 റഹ്മത്ത് ആർക്കാന്നറിയോ? നിസ്കരിക്കുന്നില്ല അവിടെ, ചുമ്മാ കഅബയെ നോക്കിയിരുന്നു. ഉമ്മുജൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് 2000 തൊഴിലാളികൾ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് നിരന്തരമായി സ്വർണ്ണ നൂലിനാൽ ഉല്ലേഖനം ചെയ്ത, ഇതുപോലെ ഇത് സ്വർണ്ണ നൂലല്ല, ഉല്ലേഖനം ചെയ്ത ഈ കഅബ മന്ദിരത്തെ ചുറ്റിക്കിടക്കുന്ന ഈ കിസ്വയുണ്ടല്ലോ, കിസ്വ. നോക്കുന്നവർ നമ്മളും പെടില്ലേ? നമ്മൾ മനസ്സുകൊണ്ടല്ലേ ഇപ്പൊ നോക്കിയിട്ടുള്ളൂ. അതിലേക്ക് നോക്കുന്ന കഅബയെ, അന്നലുറു ഇലൽ കഅബ, കഅബയെ നോക്കിയവനാണ് 20 റഹ്മത്ത്. അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകട്ടെ. 20 വിശദീകരണം മിയ സക്കീന മമശേരി. മാഷാ അല്ലാഹ്. വിശദീകരണത്തിന്റെ മികവൊന്നും പരിഗണിക്കണ്ട, നമുക്കവിടെ പോകാൻ തൗഫീക്ക് കിട്ടണം. നമ്മളെല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും 602 ആളുകൾ ഈ 11 മണിക്കും കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂട്ടായിട്ടാവില്ല, ഒറ്റക്കാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ തവാഫൊക്കെ കഴിഞ്ഞിട്ട് മസ്ജിദുൽ ഹറമിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങൾ ബാബുൽ ഉംറയുടെ ഭാഗത്ത് ഇരിക്കായിരിക്കുന്നല്ല. അവിടെയൊക്കെ മഹാന്മാരിരിക്കുന്ന സ്ഥലമാണ് ബാബുൽ ഉംറ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയുടെ ആളുകളൊക്കെ അവിടെ ഇരിക്കും. മശായിഖന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. കാണാനും സഹവാസത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർ സയ്യിദന്മാരാണ്, അവരോട് നമ്മൾ സഹവസിക്കണം. ബാബുൽ ഉംറ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത് കേവലം ഒരു ചടങ്ങല്ല. കുടുംബക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉസ്താദ്മാരോടല്ല പറയുന്നത്, സാധാരണക്കാരോടാണ്. എഴുതി വെക്കണം ബാബുൽ ഉംറ. അവിടെ ഇരുന്നിട്ട് ഈ കഅബയെ ഇങ്ങനെ നോക്കണം, ഈ കഅബ മന്ദിരത്തെ ഇങ്ങനെ നോക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഇത്രയും 1 മണിക്കൂർ കൊണ്ട് പറയാൻ ശ്രമിച്ചത് കഅബ മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ, നാടിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. നമ്മൾ അറഫയിൽ പോകണം, മിനയിൽ പോകണം, മുസ്ദലിഫയിൽ പോകണം, ഹിറാ ഗുഹയിൽ പോകണം, ഒക്കെ പോകും. അതുപോലെ ചരിത്രം കോരിച്ചരിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ ഹൃദയം നിറഞ്ഞ് മക്കയിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. നമ്മളിതാ നാട്ടിലേക്ക് തൽക്കാലം തിരിച്ചു വരികയാണ്. എന്നിട്ട് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും, ഹജ്ജായി നമ്മൾ കരുതിക്കോളും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം 5 മിനിറ്റ് 10 മിനിറ്റിൽ ഞാനത് പറഞ്ഞു നിർത്തുകയാണ്. ബാക്കി ഇനിയും ദിവസം വരുന്നുണ്ട്, ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണ്ടല്ലോ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇസ്തിഖാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞത്? ഇസ്തിഖാറത്ത് ചെയ്യുക എന്നതാണ് ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഹൈറിനെ തേടുക എന്നുള്ളതാണ്. അതായത് ഏതൊരു നന്മയുള്ള കാര്യം നമ്മൾ ആരംഭിക്കുമ്പോൾ, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലാണ് കേട്ടോ, ഖദീജയുടെ വീട്ടിൽ പോകാം, ബിലാൽ അരിക്കാടി പോകാം, ജന്നത്തുൽ മഅലയിൽ പോവും, ബാഫയ്ക്ക് തങ്ങളെ കാണും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. നാളെ രാവിലെയാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് കരുതിക്കോളും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച. ഇസ്തിഖാറത്ത് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം നമ്മളൊരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പോകുമ്പോൾ നാട്ടുകാരോടൊക്കെ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ അതിൻ്റെ ജയസാധ്യതകളെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ സാധ്യതകൾ ഉൾക്കൊള്ളും. അപ്പോൾ നമ്മളൊരു സാങ്കേതികമായ വിദ്യ പഠിക്കണമെങ്കിൽ അത് അതിൻ്റെ ആളെടുത്ത് പഠിക്കണം. അപ്പോൾ ഏതുപോലെ അള്ളാഹുവിനോട് നമ്മൾ ഹൈർ തേടാറുണ്ടോ? ഇപ്പം നിങ്ങളുടെ മോളെ കെട്ടിക്കുന്ന ഒരു അവസരം വരിക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അങ്ങനെ വരികയാണെങ്കിൽ
അള്ളാഹുവിനോട് ആദ്യം ഇസ്തിഖാറത്ത് ചെയ്യണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ നദിമ മനിസ്തശാറ വലാ ഖാബ മനിസ്തഖാറ. ഇസ്തിഖാറത്ത് ചെയ്തവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇസ്തിഖാറത്ത്? അത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നതാണ്. അള്ളാഹുവേ, ഒന്നുണ്ടാക്കിയില്ല എല്ലാവരും ഒന്നുണ്ടാക്കിയോ? യെസ് എന്ന് കമൻറ്റ് ചെയ്യണം. ഞാനൊരു പ്രസംഗമല്ല നടത്തുന്നത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പായയിൽ പോയിട്ട്, ഇതൊക്കെ ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹജ്ജിനും ഉംറയ്ക്കും മാത്രമല്ല, നിങ്ങൾ ഏത് നല്ല സംരംഭം തുടങ്ങുകയാണെങ്കിലും ഇപ്പം ഈ പറയുന്നത് പഠിച്ചു വെച്ചോളൂ. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് കൈ കെട്ടി, ഓക്കെ, കൈ കെട്ടിയില്ലേ, വജ്ജഹത്തു ചൊല്ലി ഫാത്തിഹ ഓതി 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി. നെക്സ്റ്റ് 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി സലാം വീട്ടി. ഇതാണ് ഇസ്തിഖാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ചെറിയ പ്രാർത്ഥന, ദീർഘമായൊരു പ്രാർത്ഥനയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു പ്രാർത്ഥന. അതിൻ്റെ മലയാളം പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളികൽ അലീം. അല്ലാഹുവേ, ഞാൻ നിന്നോട് നന്മ തേടുന്നു. നിങ്ങൾ ഈ മലയാളം പഠിച്ചു വെച്ചാൽ മതി, അറബി അറിയാത്തതിൻ്റെ പേരിൽ വിഷമിക്കണ്ട. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാഹുവേ, നിന്നോട് ഞാൻ നന്മ തേടുന്നു തമ്പുരാന്. നിന്റെ അറിവ് കൊണ്ട് നിന്നോട് ഞാൻ കഴിവ് തേടുന്നു തമ്പുരാനെ. നിന്റെ അറിവ് കൊണ്ട് നിന്നോട് ഞാൻ കഴിവ് തേടുന്നു തമ്പുരാന്റെ. നിന്റെ കഴിവ് കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു തമ്പുരാനെ. നിന്റെ ഔദാര്യത്തിൽ നിന്ന് തീർച്ചയായും നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് തമ്പുരാന്. ഇതാണ്, ഇത്രയുള്ളൂ. അത് ഇനി കുറച്ചുകൂടി ആ പ്രാർത്ഥനയുണ്ട്. അതിപ്പോൾ ഒരു ലൈവിൽ നിങ്ങളോട് കേൾപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ടാണ്. ഇത്രേ, അല്ലാഹുവേ, നീ നന്മ ഖൈർ നീ എനിക്ക് അറിയിച്ചു തരണേ എന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇഹ്യായിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇഹ്യയുടെ 1-ാം വാള്യം 766. ഞാൻ എങ്ങനെയൊക്കെ പറയാൻ കാരണം, ഇനി ആരെങ്കിലും കമന്റിൽ വന്ന് പറയും അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഈലാഹിന്റെ 9-ാം വാള്യം 10-ാം പേജിൽ, ഇയാനത്തിന്റെ 1-ാം വാള്യം 257, ഷറഉൽ ഈലാഹിന്റെ പേജ് 19 ഇത് പറഞ്ഞിട്ടുണ്ട്. നൗഷാദ് വാക്കവി ഉസ്താദ് കമന്റ് ചെയ്തു, വിജ്ഞാനം നിറഞ്ഞ ലൈവ്. ഉസ്താദ്, ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, നൗഷാദ് വാക്കവി ലൈവിലുണ്ട് കേട്ടോ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പം അവിടെ ഉദ്ധരിച്ച കാര്യ ഒരു തവണ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കും, ഹൈറാണോ ഷെറാണോ. നിങ്ങളൊരു ബിസിനസ്സിന് ഇറങ്ങുകയാണ്, അപ്പൊ അല്ലാഹു തോന്നിപ്പിക്കും ആ ബിസിനസ് ഇപ്പൊ വേണ്ട എന്നാ വേണ്ട. അവിടെ ശൈത്താൻ ഇടപെടില്ല. ഒരായത്തുൽ കുർസിയും ഒരു ലീലാഫി ഖുറൈശ് ഓതിയതിനു ശേഷമാണ് നിങ്ങളത് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ ഹൈറാണോ ഷെറാണോ എന്ന് തേടുന്നത് എന്തിനാണ് ഉസ്താദ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമ്മുടെ ഇമാമുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. നന്മയാണെങ്കിൽ പോലും അതിന്റെ സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജിന് പോകുന്നതൊക്കെ നന്മയാണ്, അത് ഷെറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ സുന്നത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹജ്ജിനും ഉംറക്കും ശാരീരികമായി പോകുമ്പോൾ നമ്മളത് മനസ്സുകൊണ്ട് യാത്ര പോവുകയാണെങ്കിലും നമുക്ക് ഇന്ന് അങ്ങോട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പറയില്ലാരും, ഇന്ന് രാത്രി നമുക്കങ്ങോട്ട് ചെയ്യാം. മനസ്സിനൊരു ഇസ്തിഹാറത്ത് കിടക്കട്ടെ. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒഴിവില്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് മുഷാവറ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും 11 മണിയായി, 11:10 നമ്മൾ നിർത്തും. മുഷാവറ ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ഇതിൽ കുടുംബനാഥന്മാർ കേൾക്കുന്നുണ്ടാവും. നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുകയാണ്, ഗംഭീരം, മാഷാ അല്ലാഹ്, താങ്ക് യു. എല്ലാവരുടെ കമന്റിനും മറുപടി പറയാൻ വേണ്ടി ഞാൻ അവസാനം 5 മിനിറ്റ് ഇരിക്കുന്നുണ്ട്. എന്നാലും എല്ലാവരുടെ കമന്റ് ഞാൻ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഒരു കാറ് വാങ്ങാൻ പോവുക, വീട്ടുടമസ്ഥന്റെയാണ് പണം, ഭാര്യയ്ക്ക് അതിൽ റോളൊന്നും ഉണ്ടാവില്ല, മക്കൾക്ക് റോൾ ഉണ്ടാവില്ല. എന്നാലും തൻ്റെ പത്നിയെ മക്കളെയൊക്കെ ചേർത്തിട്ട്
നമ്മളൊരു കാർ വാങ്ങാൻ പോകാണ് കേട്ടാ. നിങ്ങളുടെ അഭിപ്രായം ഏതാ? ഏത് കാറാണ് വേണ്ടത്? ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചോദിക്കണം. ഒരു സ്ഥലം വാങ്ങാൻ പോവുക, ചോദിക്കണം. ഒരു ബിസിനസ്സിന് പോവുക, ചോദിക്കണം. മോളുടെ ഒരു കല്യാണം ശരിയാക്കാൻ പോവുക, ചോദിക്കണം മറ്റുള്ളവരോട്. പക്ഷെ മുഷാവറ ചെയ്യുന്നത് നമ്മുടെ അഭ്യുദയകാംക്ഷികളോട് മാത്രമേ പാടൂ. ഹജ്ജിനോ ഉംറക്കോ മുഷാവറ ചെയ്യേണ്ടത്, യാത്ര പറച്ചിലല്ല, ചർച്ച ചെയ്യേണ്ടത്. കണ്ട, സമസ്തയുടെ മുഷാവറ നിങ്ങൾ കേട്ടില്ലേ? അതൊരു സുപ്പീരിയർ ബോഡിയാണ്. 40 ആലിമീങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ മുഷാവറ ചെയ്യും. അത് നമ്മൾ എപ്പോഴും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നിലും എടുത്തു ചാടരുത്. അൽ അജ്ല മിനശ്ശൈത്വാൻ, ധൃതി പിശാചിൽ നിന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന യാത്ര കഴിഞ്ഞപ്പോൾ 26 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സഞ്ചർ നിറഞ്ഞു കവിഞ്ഞു. ഹാങ് ആയി പോകുമെന്ന് ഞാൻ കരുതി. അവരൊക്കെ ചോദിക്കുന്നത് അടുത്ത യാത്ര മക്കയിലേക്ക് ആക്കണ്ടേ എന്നായിരുന്നു. ഞാനങ്ങ് ഒരു കുഞ്ഞാപ്പുവായി മൂച്ചിമക്കേറി പിറ്റേന്ന് തന്നെ തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു, എന്തിന്? പതുക്കെ പതുക്കെ ആ യാത്രയുടെ ഒരു 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 നൊമ്പരത്തിൽ നിന്ന് ആളുകൾ മാറട്ടെ. പിന്നെ ചിന്തിച്ചു, ഇസ്തിഹാറത്ത് ചെയ്തു. അപ്പം എനിക്കൊരു തോന്നൽ, അള്ളാഹു തോന്നിപ്പിച്ചതാണ്, മറ്റാരും തോന്നിപ്പിക്കില്ല. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം പോസ്റ്റ് ഇട്ടത്, മക്കയിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുന്നു എന്ന്. ഒരു ഉദാഹരണമായി പറഞ്ഞതാ. അതുകൊണ്ട് പിശാചിൽ നിന്നാണ് ധൃതി ഉണ്ടാക്കുക. ധൃതി കൊണ്ട് നമ്മൾ എന്തൊക്കെ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. അപ്പൊ മുഷാവറ ചെയ്യുക. അഭ്യുദയകാംക്ഷികളോട്, ശത്രുക്കളോട് ഒരിക്കലും മുഷാവറ ചെയ്യരുത്. കാരണം നിങ്ങൾ നാട്ടിലൊരാളോട് പറയാം, ഞാൻ ഹജ്ജിന് പോവാണ്, എന്താ നിന്റെ അഭിപ്രായം? യാത്ര പറച്ചിലല്ല അതിന്റെ മുമ്പേ. അപ്പൊ നമ്മോട് നമ്മുടെ നന്മ ആഗ്രഹിക്കും. എന്തൊട്ട് നീ ചെറുപ്പക്കാരനല്ലേ, എന്തിനാ തന്നെ ഹജ്ജിന് പോണ്? എനിക്ക് വേറെ പണിയൊന്നുമില്ല. കണ്ടോ? അങ്ങനത്തെവരോട് മുഷാവറ ചെയ്യരുത്. നിങ്ങളൊരു കച്ചവടം തുടങ്ങാൻ പോവാ, നിങ്ങളുടെ ശത്രുവിനോട് നിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അവിടെ വിജയിക്കില്ലടോ, പൊട്ടിപ്പോവും. അതുകൊണ്ട് ശത്രുവിനോട് മുഷാവറ ചെയ്യരുത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന സ്വാലിഹീങ്ങളോട്, സയ്യിദന്മാരോട്, ആലിമീങ്ങളോട്, നല്ല പ്രായാധിക്യമുള്ള ആളുകൾ നിങ്ങളുടെ വീടിന്റെ സമീപത്തുണ്ടാവും. അവരോടൊക്കെ പോയി ചോദിക്കുക. കൊച്ചു കുട്ടികളുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ, പേരമക്കൾ. അവരോട് ചോദിക്കണം. നിഷ്കളങ്കമായ മറുപടി ആയിരിക്കും, പക്ഷെ ചിലപ്പോ അത് സ്പാർക്കിംഗ് ഉള്ള മറുപടി ആയിരിക്കും, ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ മുഷാവറ ചെയ്യുകയാണ്. ഞാൻ ഹജ്ജിന് പോവാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിച്ചു. ഇവിടെ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ സമ്പത്ത് ഏതായിരിക്കണം? യാത്ര പറയണം, പൊരുത്തപ്പെടിക്കണം, പിന്നെ കുളിക്കണം. കുളി കഴിഞ്ഞ് യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് ഇടത്തെ കാല് വെച്ച്, വലത്തെ കാലല്ല ഇടത്തെ കാല് വെച്ച് ഇറങ്ങണം. വണ്ടിയിൽ പോകണം, എയർപോർട്ടിൽ പോകണം, ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിക്കണം. ശബ്ദം മാറിയിട്ടുണ്ട്, ശരിയാ, 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? അങ്ങനെ ജിദ്ദയിലേക്ക് ഫ്ലൈറ്റ് ചെയ്യണം ഇൻഷാ അല്ലാ. അടുത്ത ദിവസങ്ങളിലായി അൽ മക്കത്തുൽ മുക്കറമയിലേക്ക് മനസ്സ് നിറഞ്ഞുകൊണ്ട് നമ്മളൊരു യാത്ര സമാരംഭം കുറിക്കുകയാണ്. നമ്മളിപ്പോൾ ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മുഷാവറ ചെയ്തിട്ടുണ്ട്, ബാഗെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാണമാണ്. എത്ര ദിവസം എന്ന് പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാ കേവലം ഒരു ഹജ്ജ് പഠന ക്ലാസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മറ്റൊരു ക്ലാസ് കേൾക്കാത്ത വിധം നിങ്ങൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ചരിത്രം കോരിത്തരിച്ച അൽ മക്കത്തുൽ മുക്കറമയിലെ ലക്ഷങ്ങൾ ഒഴുകി നടക്കുന്ന മതാഫിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മൾ അലയാൻ പോവുകയാണ്. ഹജറുൽ അസ്വദിൽ നമ്മുടെ അധരപുടങ്ങൾ മുട്ടാൻ പോവുകയാണ്. ബാബുൽ കഅബയെ നമ്മൾ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. മിസാബ് എന്ന സ്വർണ്ണപ്പാത്തിക്ക് താഴെ നമ്മൾ നെഞ്ചു ചേർത്ത് പൊട്ടിക്കരയാൻ, ഇസ്മായിൽ എന്ന ചുറ്റുകെട്ടിനുള്ളിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പോവുക. റുക്നുൽ യമാനി എന്ന മൂലയിൽ നമ്മൾ ചുണ്ടുവെക്കാൻ പോവുകയാണ്. മഖാമു ഇബ്രാഹിം, ആ കല്ലിനെ നമ്മൾ നോക്കാൻ പോവുകയാണ്. സംസം കിണറെന്ന് പറയുന്ന സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഇസ്മായിൽ പ്രവാചകൻ അലൈഹിസ്സലാം കാലിട്ടടിച്ച അവിടെ നമ്മൾ ചെന്നിരിക്കാൻ പോവുകയാണ്. സഫാ കുന്നിന്റെ മുകളിൽ വിഹ്വലതയോടെ നിന്ന് ഹാജർ ബീവിയുടെ പദപങ്കജം പതിഞ്ഞ സ്ഥലത്ത് ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് കാലുറപ്പിക്കാൻ പോവുകയാണ്. ഹജറ ബീവി ഓടിയ ആ സ്ഥലത്തുകൂടെ, മസ്ആയിലൂടെ നമ്മൾ മനസ്സുകൊണ്ട് ഓടാൻ പോവുകയാണ്. മർവാ ബീവി നിന്ന് ആ സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ പോവുക.
ദുൽഹിജ്ജ 9 മധ്യാഹ്ന സൂര്യൻ ഉച്ചയിൽ നിന്ന് മാറിയാൽ 40 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ജബലുർ റഹ്മ എന്ന താഴ്വാരത്ത് അറഫയുടെ മണ്ണിൽ നമ്മൾ പോവുകയാണ്. അന്നത്തെ രാത്രി മുസ്ദലിഫയിൽ പാൽക്കടൽ പോലെ പരന്നു കിടക്കുന്ന ഹാജിമാരുടെ നടുവിൽ നമ്മൾ മനസ്സുകൊണ്ട് രാപ്പറക്കാൻ പോവുകയാണ്. അവിടുന്ന് കല്ലുപറുക്കാൻ പോവുകയാണ്. മിനയുടെ ജനലക്ഷങ്ങൾ ഒരുങ്ങുന്ന തമ്പുകളുടെ ഫുസ്താത്ത് എന്ന് പറയുന്ന തമ്പുകളുടെ താഴ്വാരത്തിലെ മിനയിൽ 4 നാളുകൾ ഞാനും നിങ്ങളും രാപ്പാർക്കാൻ പോവുകയാണ്. മനസ്സുകൊണ്ട് ഓരോ മണ്ണും ചേർത്ത് പിടിച്ച് ചരിത്രത്തിന്റെ ഓരോ നിമ്നോന്നതികളും നിങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടുള്ള യാത്രയാണ്. ജംറത്തുൽ അഖബയിൽ നമ്മൾ കയറി നിൽക്കാൻ പോവുകയാണ്. ജംറത്തുൽ വുസ്തയിലും ജംലത്തുൽ ഊലയിലും പിശാചിനെ മനസ്സിൽ നിന്ന് കല്ലെടുത്തെറിയുകയാണ്. അവിടെയുള്ള പിശാചിനെയല്ല, മനസ്സിലെ പിശാചുക്കളെ നമ്മൾ എടുത്തെറിയാൻ പോവുകയാണ്. അതേ ഇബ്രാഹിം പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ തരുണ നരമ്പുകളിൽ കത്തിവെക്കുന്ന ആ മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോവുക. ഖുർആനിന്റെ ആദ്യ ഹിറാ ഗഹ്വരത്തിന്റെ മുകളില് ജബലുർ നൂർ എന്ന ഹിറാ ഗഹ്വരത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. പലായനത്തിന്റെ വേളയിൽ പാമ്പിന്റെ ദംശനമേൽക്കെ ധരിക്കാൻ ഹബീബിനെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ കാലെടുത്തു വെച്ച ആ സൗറിൽ ഞാനും നിങ്ങളും കയറാൻ വേണ്ടി പോവുകയാണ്. ജന്നത്തുൽ മുഅല്ല നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്നത് കാണാൻ പോവാ. മുസ്ലിം കേരളത്തിന്റെ അഭിമാനഭാജനമായ സയ്യിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ അവിടെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അതേ ഹുദൈബിയയിലേക്ക് നമ്മൾ പോവുക. ഒരു യാത്ര ഇതാ ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ, മറ്റ് പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ഈ ലൈവ് സ്ട്രീമിംഗ് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ആരംഭിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് നന്മയിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞാൽ കൂലി കിട്ടും. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നോളൂ. വീട്ടിലിരുന്ന് കേൾക്കുന്നവർ അവരുടെ മാതാപിതാക്കളെയും പത്നിമാരെയും കുട്ടികളെയും കേൾപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. ആരുടെയെങ്കിലും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫ്ലൈ ചെയ്യും. ജിദ്ദ ഇന്റർനാഷണൽ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങളെയും വഹിച്ചിട്ടുള്ള സൗദി അറേബ്യയുടെ ബോയിങ് വിമാനം ലാൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ 120 കിലോമീറ്റർ അപ്പുറമുള്ള അൽ മക്കത്തുൽ മുക്കറമയിലേക്ക് യാത്ര തുടരുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് മക്കയിൽ പോകാൻ തൗഫീഖ് നൽകട്ടെ. പോയവർക്ക് വീണ്ടും പോകാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഅബയുടെ ചുറ്റും ഓടി നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഉസ്താദുമാർക്ക്, സ്നേഹപ്പെട്ടവർക്കൊക്കെ നൽകട്ടെ. ഒരുപാട് ആളുകൾ വലിയ സ്നേഹത്തോടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നും പറയുന്നു, ഓൺലൈനിൽ ഇങ്ങനെ ദുആ വസിയത്ത് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ആരംഭിച്ചത് നൗഷാദ് വാക്കവി പറഞ്ഞിട്ടാണ്. ഏതായാലും നമ്മൾ ആ സദസ്സുകളിലൊക്കെ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. റമദാനിൽ നമ്മൾ മനസ്സ് നിറഞ്ഞ് മദീനയിൽ പോയി വന്നു. വലിയൊരു ഇമ്പാക്റ്റ് അതുകൊണ്ട് ഉണ്ടായി എന്ന് കരുതുന്നു. പറഞ്ഞവനില്ലായിട്ടില്ലെങ്കിലും കേട്ടവർക്കൊരുപാട്. ഞാനത് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ അത് നിങ്ങൾ ചിന്തിക്കുമെന്ന് കരുതിയ പറയാത്തത്. ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ്. ഈ യാത്ര നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ഉംറയിൽ ചെല്ലുമ്പോൾ ഓർക്കണം ഈ രാത്രി, ഈ ശബ്ദം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കമന്റ് പലതും കണ്ടിട്ടില്ല. ഒരു 5 മിനിറ്റ് എല്ലാവരും കമന്റ് ചെയ്തോളൂ. ഇതുവരെ ഷെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഒരൊറ്റ വാക്ക് പോലും ആർക്കും എതിരുള്ളതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നന്മയല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വാളിൽ ഒന്നും ഇങ്ങനെ ഷെയറായി കിടക്കുകയല്ലേ ഉള്ളൂ. സയ്യിദ് മുഹമ്മദ് ചേറ്റുവ അമീൻ. ഒരു തവണ കമന്റ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റില്ല. സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഫിസ് ഇസാഖ് ഉപ്പള, മാഷാ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ ബിൻ ഹമീദ് റിയാസ്, അബ്ദുൽ ഹക്കീം കൊട്ടയാർ, ഖാജ ഹുസൈൻ കോട്ടത്തറ, അട്ടപ്പാടി സുഖമല്ലേ? താങ്ക് യു. അൻവർ CKD വടക്കേത്തൊടി, അത് പോയിട്ടോ. മുഹമ്മദ് അലി അൽഹംദുലില്ലാഹ് ഇന്ന് തുടക്കം മുതൽ അവസാനം കണ്ടിട്ടില്ല. ഒന്നുകൂടി കമന്റ് ചെയ്യട്ടെ. ഇനി 2 വട്ടം ഇട്ടോളൂ. ഉവൈറ്റിൽ ആമിന നജീബ് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സിദ്ദീഖ് മഴയാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ചേറ്റോ, ഒരു വ്യക്തിത്വത്തിന്റെ വീതം കഅബ കാണുമ്പോൾ കേട്ടില്ല, കണ്ടില്ല. ഒന്നും കൂടി. ഷൗക്കത്ത് അമീർ വലൈക്കും സലാം. സയ്യിദ് ഫായിസ് തങ്ങൾ വലൈക്കും സലാം. തങ്ങളെ ദുആ ചെയ്യൂട്ടോ. അൽഹംദുലില്ലാഹ് ഉഷാറായിട്ടുണ്ട്.
ഉഷാറാകണം, നമുക്കവിടെ പോകണം. സംസാരം ഉഷാറായിട്ട് കാര്യമില്ലല്ലോ. സക്കരിയ ചോലി, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിൽ എല്ലാവരും അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. 4-5 യൂട്യൂബ് ആളുകൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് അപ്ലോഡ് ചെയ്യരുത്, നാളെ അപ്ലോഡ് ചെയ്യരുത്, മറ്റന്ന രാത്രി നിങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതിനെനിക്ക് പൊരുത്താണ്. അതിന് 5 പൈസയൊന്നും നമുക്ക് വേണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കേൾപ്പിച്ചു കൊടുത്തു. 2 ദിവസം നമ്മുടെ വാളിൽ കിടന്നോട്ടെ. കാരണം അത് കൂടുതൽ ആളുകൾക്ക് എത്തും, ഇനിയുള്ളവർക്ക് കേൾക്കാൻ കഴിയും. മാഷാ അല്ലാഹ്. ഹനീഫ് റഹ്മാനി പനങ്ങാങ്ങര, കൃതഹസ്തനായ എഴുത്തുകാരനാണ് നമ്മുടെ ഹനീഫ് റഹ്മാനി. പുസ്തകം രചിച്ച ആളാണ്, കോളമിസ്റ്റാണ്, എന്താ പറയുക, കാലിബർ തെളിയിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം എന്തോ ഒരു ചേതോഹരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ നല്ല വാക്ക് പറയാന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ബഹ്റൈനിൽ അബ്ദുൾ റസാഖ്. ഈ വലിയ കേട്ടോ, എനിക്ക് വായിക്കുമ്പോഴത്തേനും പോയത് ഫോണിലാണ്. കുട്ടിയുടെ രോഗക്ഷേമത്തിൽ ദുആ ചെയ്യണം. ജുബൈർ പറമ്പ്, അള്ളാഹു ആ കുഞ്ഞിൻ്റെ രോഗത്തിന് നീ ശിഫ കൊടുക്കണം. എല്ലാവരും നാമയും പറയും. ലൈനിൽ ഇപ്പോൾ ഉള്ളൂ 500 ആൾ ഇപ്പോൾ ലൈനിലുണ്ട്. അള്ളാഹു നീ ശിഫയാക്കണം നമ്പരാണ്. നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. മദീന മുനവ്വറ ഗംഭീരം. നമ്മൾ മക്കയെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ, പഴയതിനെ കുറിച്ച് പറഞ്ഞത്. അൻസാറെ കണ്ടു, കുവൈറ്റിൽ മഹാബലിയിലാണ്. മാഷാ അല്ലാഹ്. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ പോകണമെന്ന് കരുതിയതാണ്. അതെ, ഞാനും പോകണമെന്ന് കരുതിയാൽ പോകാൻ പറ്റിയില്ല, കോവിഡ് കാരണം കൊണ്ട്. ഇൻഷാ അല്ലാഹ്. കാസർഗോഡിനെ പറ്റി 2 വാക്ക്. ബിലാൽ അരിക്കാടി, കാസർഗോഡ് കേരളത്തിലെ മനോഹരമായ ഒരു ജില്ലയല്ലേ? നല്ല സ്നേഹമുള്ള ജനങ്ങളാണ് കാസർഗോഡ്. എപ്പോഴും ഞാൻ പ്രസംഗത്തിന് പോകുന്നതാണ്. സന്തോഷം. കൂറ്റനാട് സുഖമല്ലേ? 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി ഉള്ളൂ. 2 പേര് പാടുമോ? എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു കുഴപ്പം പറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാളെ പാടാം ഇൻഷാ അല്ലാഹ്. നാളെ എല്ലാവരും 9:55 തന്നെ വരണം കേട്ടോ. ദുആ ചെയ്യണം. പൂക്കോട്ടൂർ ഉസ്താദിന്റെ ഹജ്ജ് ക്ലാസ് വേറെ ലെവലാണ്. യെസ്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ആളാണ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ. അള്ളാഹു അദ്ദേഹത്തെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഹജ്ജ് ക്ലാസ് അല്ല കേട്ടോ എടുത്തത്, പുതിയതായി വന്നു ഇത് ഹജ്ജ് ക്ലാസ് അത് തെറ്റിദ്ധരിക്കണ്ട. ഹജ്ജ് നിങ്ങൾ പഠിയൂതില്ല, പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഒരു യാത്ര മാത്രമാണ്. മദീനയിൽ 26 ദിവസം കൂടെയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹംസത്ത് അലി, ശബ്ദം പോയി. ക്ലാസ് കഴിഞ്ഞിട്ട് ഈ 500 ആൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് സ്നേഹമാണല്ലോ, സന്തോഷം. മക്കയിൽ നിന്നും കാത്തിരിക്കുന്നു മക്കയുടെ ചരിത്രം കേൾക്കാൻ. നിങ്ങൾ മക്കയിൽ നിന്ന് ദുആ ചെയ്യൂട്ടോ. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഇപ്പോൾ കൽബും മനസ്സും കൊതിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. സലാം പാന പൈസ അമീൻ. വരാൻ നേരം വൈകി. ഇൻഷാ അല്ലാഹ്. ഞാൻ പഠിച്ച നാടാണ്, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. എൻ്റെ ഒറ്റപ്പെട്ടുള്ള ദുആയിലൊക്കെ ഉണ്ടാവും. ഈ ഹജ്ജിനും പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്, നടക്കുമെന്ന് തോന്നുന്നില്ല. ഹംസത്ത് അലി കണ്ടു. ഇനി 3 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാ ദിവസവും 10 മണിക്ക് തുടങ്ങി 11 മണിക്ക് സംസാരം അവസാനിപ്പിക്കും. പിന്നെ ഈ ഇൻട്രാക്ഷൻ സൗകര്യമുള്ളവർ നിന്നാൽ മതിയല്ലോ. 1 മിനിറ്റ്, ഒരു ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ശബ്ദം ശ്രദ്ധിക്കണേ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ മതി. വലത്തേ കൊണ്ട് തന്നെയാണ് കുടിച്ചത്. റിവേഴ്സ് ക്യാമറ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഹാഫിസ്, ഒരു വട്ടം കൂടി നേരിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. നമ്മളിവിടെ ചാവക്കാടുണ്ട്. ഷാനിഫ്, സ്നേഹം മാത്രം. ഇന്നി ഉഹിബ്ബുക ഫില്ലാ. അബ്ദുറഹീം, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. 2 മിനിറ്റ് കൂടി. ദീനീ പ്രബോധനം നിറഞ്ഞു നിൽക്കാനാണെന്ന് നോക്കട്ടെ. ഹാഫിദ് ഉസ്താദെ, ആമീൻ ആമീൻ. ഈ സമയം നമ്മൾ പ്രവാസികളെ കൂടി പരിഗണിച്ചിട്ടാണ് രാത്രിയിലേക്ക് ആക്കിയത്. 10:30 തുടങ്ങിയാൽ അവർക്ക് സൗകര്യമായിരുന്നു. നമ്മൾ 10 മണിക്ക് ആക്കി. നാട്ടിലെ ആൾക്കാരും സൗകര്യമാണ്. ഷിയാബാക്കവി ഹായ്. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല ചാവക്കാട്ട്. സന്നദ്ധ സേവനത്തിന് ഇക്കായ കൂടെയുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാ അതിൻ്റെ ഇടയിൽ ഞാൻ വിക്കായനെ കുറിച്ച് പറയാം. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. മക്കയിലെ വിക്കായുടെ സേവനം നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാനല്ലേ? മക്കയിലും ഇതുവരെ കമൻറ്റ് ചെയ്യാത്തവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവരും ഒന്നുകൂടി ഷെയർ ചെയ്യണം കേട്ടോ. നാളെ രാവിലെ കാണാം, ഷെയർ ചെയ്തു. ആയിക്കോട്ടെ, താങ്ക് യു. അങ്ങനെ പറയരുത്, നമുക്ക് പ്രതീക്ഷിക്കാൻ ഹജ്ജുണ്ടാവും. അല്ല, ഹജ്ജുണ്ടാകട്ടെ. ഞാൻ കരുതി പറയാൻ കാരണം കോവിഡിൻ്റെ ഒരു നിയന്ത്രണം സൗദി അറേബ്യയിലുള്ളതുകൊണ്ടേ ഒഫീഷ്യലായി കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് കാണാൻ ഒഫീഷ്യൽ കിട്ടെ. ഹായ്, നമ്മുടെ ഷെയ്ഖ് വയനാട് ഉണ്ട്. നമ്മുടെ മദീന ലൈവ് ചെയ്ത ആളാണ് അദ്ദേഹം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വയനാട് ജില്ലയിലെ കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സേവന പ്രവർത്തകനാണ് ഷെയ്ഖ് വയനാട്. നമ്മുടെ മദീന യാത്രയെക്കുറിച്ച് 2 തവണ അദ്ദേഹം ലൈവ് ചെയ്തു. നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിർത്താലേ? 451 ആളായി. 50 ആള് കുറച്ചു നേരം കാത്തു നിന്നിട്ട് പോയതാണ്. ഓക്കെ, പോവല്ലേ ഉസ്താദെ ഷെരീഫ് ഒന്ന് എച്ചിക്കാട്ട് ഞാനെങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. പക്ഷെ എതിര് സഹോദരിമാരെ കാണുന്നുണ്ടാവും, അവരിങ്ങനെ ഇരുന്നിട്ട് നാളെ രാവിലെ ബുദ്ധിമുട്ടാകണമെന്ന് കരുതിയ. മദീനയെ കുറിച്ച് ആരൊരു കമന്റ് ഇട്ട് ഒന്നും കൂടി എഴുതൂട്ടെ. അങ്ങ് പോയി. അബുദാബിയിൽ നിന്ന് താജുദ്ദീൻ. യൂനുസ് കരുവാരക്കുണ്ട്. യൂനുസ് കരുവാരക്കുണ്ട് നല്ല ഗായകനാണ്. പ്രത്യേകിച്ച് ഈ കഥാപ്രസംഗമല്ലേ, മാപ്പിള എന്തായാലും പറയാം, ചരിത്ര കഥാവതരണം, അതിലൊക്കെ നന്നായി പാടുന്ന ആളാണ് കരുവാരക്കുണ്ടുള്ള. അദ്ദേഹം ജിംനാസ്റ്റിയാണ്. കുറേ ആളുകളെ ഇപ്പോൾ പരിചയമായി. അതാണ് നിരന്തരമായി കമൻറ്റ് ചെയ്ത് നല്ല പരിചയമായി. എനിക്ക് ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇന്ന ആളാണ്. അസ്വസ്ഥത കുറേ കച്ചവടം വളരെ മോശമാണ്. അള്ളാഹുവേ അവരെ കച്ചവടത്തിൽ ഒന്നാമയും പറയുമ്പോൾ നിങ്ങൾ അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ പുണ്യകരമായ കാര്യമാണ് പറഞ്ഞത്, നിനക്കറിയാം തമ്പുരാനെ, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹുവേ. ഉനൈസ് ഗസാലി സുഖല്ലേ, ഹക്കീമിയ പള്ളി. അപ്പോൾ ഓക്കെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല. എല്ലാവരും ദുആ ചെയ്യുക. ഇപ്പം പാടാൻ പറ്റിയ 5 മിനിറ്റ് കൂടിയെന്ന് അങ്ങനെ പറഞ്ഞത് കാരണം 2 മിനിറ്റ് നിൽക്കാം. എനിക്ക് എങ്ങോട്ടും പോകാനില്ലത്. അവിടെ എൻ്റെ കട്ടിലിവിടെ ഉണ്ട്, എങ്ങോട്ടും തിരക്കില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ആർക്കെങ്കിലും തോന്നിയാലോ ഇനിയിപ്പോൾ ഇത് 1.5 മണിക്കൂറൊക്കെയാണ് രാത്രി ലൈവ് എന്ന് തോന്നും. നമ്മളെപ്പോഴും നിർത്തിയെന്നവർക്കറിയാം. മദീനത്തുൽ മുനവ്വറയിൽ ഉസ്താദിൻ്റെ കൂടെ തൂക്കുജാമൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. തൂക്കുജാമൻ കുജാ തൂക്കു ജാമൻ കുജാ എന്ന് പാടാൻ ആ റൗള ഷരീഫിന്റെ അടുത്തിരുന്ന് പാടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൻവർ കൊടുവള്ളിലേക്ക്, മുഹമ്മദ് മോൻ മണ്ണാരപ്പറമ്പ്. ഓക്കെ, അപ്പം എല്ലാവരും ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ്, സോറി സലാം പറയണ്ട. സലാം ഞാൻ കമൻറ്റ് നാളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സലാം പറയണ്ട, നിങ്ങൾ ദുആ ചെയ്താൽ മതി. ഓക്കെ, ഷേലേംബ്ര പുസ്തക് അനിഷാദ് ബിയ കുവൈറ്റിൽ നിന്നും കണ്ടു ഹംസത്ത് അലി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഹംസത്ത് അലിക്ക് പിന്നെ സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറയായിരിക്കും. നിങ്ങളിരുന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പോകാൻ തോന്നുന്നില്ലേ? അല്ല, എനിക്ക് പോകാൻ തോന്നായിട്ടല്ല. അവിടെ ബഹ്റൈൻ ഗ്രൂപ്പിൽ വന്നിരുന്നു മദീന. അതെ, ബഹ്റൈനിൽ ഒരു മദീനയെ കുറിച്ചുള്ള സംസാരം ഉണ്ടായിരുന്നു. നല്ല പാട്ടുകാരൊക്കെ വന്നിരുന്നു. യൂനുസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഖത്തർ പ്രയാസത്തിന് അള്ളാഹുവെ പ്രവാസ ലോകത്തിന് നീ സംരക്ഷണം കൊടുക്കണമേ തമ്പുരാനെ. ശബ്ദത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് ദുആ ചെയ്യും. അള്ളാഹു ശിഫയാക്കട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ കഅബ ഷരീഫിൻ്റെ ഒരു വാങ്മയ ചിത്രം. കണ്ടോ, ഇവിടെ അങ്ങനെ പോയി നിൽക്കണം. ഇത് നമ്മുടെ റൗള ഷരീഫ്, പച്ചക്കുബ്ബ. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ എന്ന് കരുതിയത് ഞാൻ. എന്തെങ്കിലും ജീവിതത്തിൽ പോകണം സഹോദരങ്ങളെ മക്കയിലേക്ക്. എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയത് മുസ്ദലിഫയാണ്. അതെന്താണ് മുസ്ദലിഫയിൽ നമ്മൾ എത്തുന്ന ദിവസം പറയാം. ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എനിക്ക് അർഫയേക്കാൾ ഭയങ്കര സന്തോഷം തോന്നി മുസ്ദലിഫയാണ്. നല്ല
നിലാവുള്ള രാത്രിയിൽ, പ്രത്യേകിച്ച് അന്ന് മാസം 9 രാത്രി ആയിരിക്കുമല്ലോ, നിലാവ് ഇങ്ങനെ വളർന്നൊരു ദിവസമാണ്. എല്ലാവരും വെള്ളം ഇട്ടിരിക്കുന്ന ഇഹ്റാമിലായിരിക്കും. ഇങ്ങനെ കിടക്കും. മുകളിൽ നിലാവിൻ്റെ പാൽ വെളിച്ചം, താഴെ ഒന്ന് എഴുന്നേറ്റിരുന്നാൽ കടൽ പോലെ കിടക്കുകയാണ്, തൂവെള്ളക്കടൽ പോലെ കിടക്കുകയാണ് ഹാജിമാർ. ആ നിലാവിനെ നോക്കി, ഹാജിമാരെ നോക്കി ഒന്ന് എഴുന്നേറ്റിരുന്നാൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു കോരിത്തരിക്കുന്ന മുഹൂർത്തമുണ്ട്. അത് അനുഭവിച്ചറിയണം ഇൻഷാ അല്ലാഹ്. അതുപോലെ മത്താഫിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത്ഭുതകരമായ ഒരവസ്ഥയുണ്ട്. ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. നമ്മുടെ വളരെ പ്രമുഖനായ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രഭാഷകനാണ് അഷ്റഫ് റഹ്മാനി ചൗക്കി. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇനി ഒരു മിനിറ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ പാലിച്ചു. ഷുഐബ് ഹൈത്തമി മാഷാ അല്ലാഹ്, നന്ദി ദാറുസലാമിലെ ഉസ്താദാണ് ഷുഐബ് ഹൈത്തമി. ഇതിലെ ചെറുപ്പക്കാർക്കൊക്കെ അദ്ദേഹം അറിയാം. കേരളത്തിൽ നമ്മുടെ യുക്തിവാദത്തിനെതിരെ, മതനിഷേധികൾക്കെതിരെ അതിശക്തമായ ദൈക്ഷണിക കഴിവുള്ള നല്ല കാലിബറുള്ള ഒരു പണ്ഡിതനാണ് ഷുഐബ് ഹൈത്തമി. അദ്ദേഹത്തിൻ്റെ ഉപ്പ അസുഖബാധിതൻ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ, ഖൈറിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹമൊക്കെ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയും അഭിമാനവുമാണ്. അദ്ദേഹം നമ്മുടെ വലിയ അഭിമാനമാണ്. അപ്പോൾ ഓക്കെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെ ഷെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഇനി 5 തവണ ഷെയർ ചെയ്തവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. 1 തവണ ചെയ്തവർ 2 തവണയൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടുകാരന്മാരെയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. സമയം മാറിയൊരു പ്രശ്നമുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ശരിയായിക്കോളും. ഇപ്പോൾ സമയം അറിയാത്തൊരു പ്രശ്നമുണ്ടോ? അവതരണം അപാരം, ആഫിയത്തുള്ള അവതരണത്തിലൊന്നും കാര്യമില്ല. നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ഓക്കെ. എല്ലാവർക്കും സന്ദേശം എത്തിച്ചു കൊടുക്കുക. കർണാടക മംഗലാപുരത്ത് നിന്ന് അബൂ താഹിർ. മാഷാ അല്ലാഹ്, സന്തോഷം. മംഗലാപുരത്ത് നമ്മൾ പുത്തൂരിൽ ഈയിടെ വന്നിരുന്നല്ലോ, ലോക്ക്ഡൗണിൻ്റെ മുമ്പ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.